നമസ്കാരം, സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും 9 മണി വാർത്തയിലേക്ക്. ആദ്യം തലക്കെട്ടുകൾ. റാഞ്ചിയിൽ എയർ ആംബുലൻസ് തകർന്ന് 7 മരണം. അപകടത്തിൽപ്പെട്ടത് റാഞ്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയ വിമാനം. മോശം കാലാവസ്ഥയെന്ന് സംശയം. 15ാം കേരള നിയമസഭയുടെ അവസാന സമ്മേളനത്തിന് തുടക്കം. നേറ്റിവിറ്റി കാർഡടക്കം സുപ്രധാന ബില്ലുകൾ പാസാക്കും. പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം. കോഴിക്കോട് വലിയങ്ങാടി അപകടത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ സംഘടനകൾ. കോർപ്പറേഷൻ മാർച്ചിനൊരുങ്ങി BJP. മേയർ മാധ്യമങ്ങളെ കാണും. മരിച്ച തൊഴിലാളികളുടെ സംസ്കാരം. നിയമസഭാ സമ്മേളനത്തിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. From the side of the special investigation team to establish any positive involvement on the part of the petitioner in the alleged irregularities. Yes. Not even an iota of evidence എന്നാണ് കോടതി ഉപയോഗിച്ചത്. അത് തന്നെയാണ് മലയാളത്തിൽ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളേതായി ഒന്നും പറഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ സാർ, ഈ തന്ത്രിക്ക് പ്രത്യേക പരിഗണന വേണമെന്ന് ഞങ്ങൾ പറഞ്ഞതല്ല. കോടതി അദ്ദേഹത്തെ സ്വാഭാവിക ജാമ്യത്തിൽ വിട്ടപ്പോൾ ആ കാര്യം, കോടതി പറഞ്ഞ കാര്യം ഞങ്ങൾ പരാമർശിച്ചു. അത്രയേ ഉള്ളൂ സാർ. അതുകൊണ്ട് തന്നെയാണ് തെളിവിൻ്റെ കണിക പോലും ഇല്ലാതെ ഒരു വ്യക്തിയെ ജയിലിലിടുന്നത് നിയമവിരുദ്ധമാകുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞത്. സാർ, ഈ തന്ത്രിയെ 40 ദിവസം അനാവശ്യമായി ജയിലിലടച്ചതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാ? ഈ ഗവൺമെൻറ് സംസ്ഥാനത്തെ ജനങ്ങളോട്, വിശ്വാസികളോട് ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ്. ആ ഉത്തരം ഗവൺമെന്റ് പറയാൻ സാധിക്കുമോ സാർ? അതോടൊപ്പം തന്നെ സാർ, ഇതിൻ്റെ ഒപ്പം തന്നെ ജയിലിൽ കിടന്ന ആളുകളെല്ലാം 90 ദിവസം കഴിഞ്ഞപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിപ്പോന്നു. മിക്കവാറും എല്ലാവരും തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ ഇറങ്ങിപ്പോരുന്ന പോലെ ഇറങ്ങിപ്പോരുകയാണ് ഉണ്ടായത്. ഗവൺമെൻറ് വീഴ്ച കൊണ്ട് മാത്രമാണ് സംഭവിച്ചത് സാർ. അതുപോലെ തന്നെ ഹൈക്കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട്. 2024 ഫേക്ക് അർജൻസി ഉണ്ടാക്കി ചെന്നൈയിലേക്ക് ശില്പങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന. അപ്പൊ അതിനകത്ത് ഇന്നത്തെ മന്ത്രിക്കും അതുപോലെ ദേവസ്വം ബോർഡിനും ഈ കാര്യത്തിൽ ഉത്തരവാദിത്വം ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല സാർ. അതുപോലെ CPM നേതാക്കന്മാരുൾപ്പെടെ ജയിലിലായപ്പോൾ ഗവൺമെന്റുമായി ആചാര ലംഘനത്തിന്റെ കാര്യത്തിലും യുവതീ പ്രവേശനത്തിന്റെ കാര്യത്തിലും സഹകരിച്ചില്ല. ഗവൺമെന്റ് നിലപാടിന് എതിരായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതിന്റെ പകപോക്കലാണ് തന്ത്രിക്ക് നേരെ പ്രയോഗിച്ചത് എന്നുള്ള ആക്ഷേപമുണ്ട് സാർ. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രി രാജിവെക്കണം. അതുപോലെ തന്നെ SIT-യിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അവസാനിപ്പിക്കണം എന്നുള്ള ആവശ്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഇന്ന് സഭ അവസാനിക്കുന്ന ദിവസമാണ് സാർ. ഈ മന്ത്രി രാജിവെച്ചാൽ എത്ര സ്മൂത്തായി ഈ മന്ത്രിസഭ കൊണ്ടുപോകും. ഈ സഭാ സമ്മേളനം നമുക്ക് അവസാനിപ്പിച്ച് പോകാൻ സാധിക്കും. അതല്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ഒഴിവാക്കിയാൽ പോരെ. ഏതായാലും ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്താം സാർ. ഇന്നലെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറഞ്ഞപ്പോൾ ആസാം PCC പ്രസിഡന്റ് ഭൂപൻ കുമാർ ബോറ BJP ചേർന്ന് ഇവിടെ പറഞ്ഞു. അദ്ദേഹം അതിൽ ദുഃഖം പ്രകടിപ്പിച്ചു. തീർച്ചയായിട്ടും അദ്ദേഹം ആ പറഞ്ഞതിനോട് ഞങ്ങൾക്ക് യോജിപ്പാണ് സാർ. അതിനൊപ്പം തന്നെ ഒരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം മനസ്സിലാക്കാതെ പോയ കാര്യം, അവിടെ അദ്ദേഹം തിരിച്ചു വന്നു എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വാർത്ത. അതെ, പക്ഷേ ഇന്നലെ പത്രത്തിലൊരു വാർത്ത വന്നു. ഭൂപൻ കുമാർ CPM-ന്റെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഡയമണ്ട് ഹാർബർ നിയോജകമണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു. അവിടുത്തെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം CPM വിട്ട് തൃണമൂലിൽ ചേർന്നു. BJP-യെ നേരിടാൻ CPM-ന് സാധ്യമല്ല. സാർ, ഞങ്ങൾ ഈ സഭാ നടപടികളിൽ സഹകരിക്കും എന്നൊരിക്കൽ കൂടി അറിയിക്കും. സാർ, ഞങ്ങൾ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളെല്ലാം നിശബ്ദമായി ഇവിടെ കേട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളും കേൾക്കാനുള്ള പ്രാഥമികമായ മര്യാദ അദ്ദേഹം ഇപ്പോൾ സഭയിൽ 2 ദിവസമായി ലീഡ് ചെയ്യുകയാണ് പ്രതിപക്ഷത്തെ. അങ്ങ് പറഞ്ഞ കാര്യങ്ങളെല്ലാം സഭ ശ്രദ്ധാപൂർവം കേട്ടതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമ അങ്ങയുടെ അനുയായികൾക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കും നന്നായിരിക്കും. സാർ,
അദ്ദേഹം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്നലെയും ഈ സഭയിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. സാർ, ഇതിനകത്തൊരു ചട്ടം 63 ഉണ്ട് സാർ. ചട്ടം 63 അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. ചട്ടം 63 എന്ന് പറഞ്ഞാൽ സാർ, മന്ത്രിസഭയ്ക്കെതിരായ അവിശ്വാസ പ്രമേയം സാർ, ഈ പ്രതിപക്ഷം ഈ വെല്ലിലിരുന്നും അവിടെ ഇരുന്നും ആവശ്യപ്പെടുന്നതും അങ്ങിപ്പോ വളരെ വിനയത്തോടുകൂടി ആവശ്യപ്പെട്ടതും മന്ത്രി രാജിവെക്കണം, മന്ത്രിസഭയ്ക്കകത്തുള്ള അവിശ്വാസം നിങ്ങൾക്ക് ഈ 5 വർഷം സാർ ധൈര്യപൂർവം ഒരു അവിശ്വാസം ഈ സഭയ്ക്കകത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞോ? എന്തേ നിങ്ങൾ ഈ നിയമസഭയുടെ ഈ ചട്ടം ഉറപ്പു നൽകുന്ന അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ധൈര്യമില്ലാതെ പോയത്? അതിന് കാരണം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ തുറന്നു കാട്ടപ്പെടുന്നത് ഭരണപക്ഷമായിരിക്കില്ല, തുറന്നു കാട്ടപ്പെടുന്നത് പ്രതിപക്ഷം മാത്രമായിരിക്കും. സാർ, ഇപ്പൊ അദ്ദേഹം ഒരു മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ ഇപ്പൊ 5 വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണല്ലോ സാർ. ഞങ്ങൾ ഈ നിരന്നിരിക്കുന്ന മന്ത്രിമാരുണ്ടല്ലോ, ഞങ്ങളിൽ ആരുടെയെങ്കിലും പേരിൽ ഈ 5 വർഷത്തെ നിയമസഭയിൽ നിങ്ങൾക്കൊരു അഴിമതി ആരോപണം കൊണ്ടുവരാൻ കഴിഞ്ഞോ? ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്ന് ഞങ്ങളുടെ മുഖ്യമന്ത്രി പറയുമ്പോ നിങ്ങൾ അധിക്ഷേപിക്കില്ലേ? എന്നാൽ ഈ 5 വർഷം നിങ്ങൾക്ക് ഈ സഭയിൽ ഞങ്ങളുടെ മന്ത്രിമാർക്കെതിരെ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ച് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്തേ കഴിയാതെ പോയി? കാരണം അങ്ങനെ ഒരു ആരോപണത്തിന്റെ കണിക പോലും ഉണ്ടാകാവുന്ന ഒരു കാര്യവും ഈ മന്ത്രിസഭയ്ക്കകത്ത് ആരും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്കും ഉറപ്പുള്ളത് കൊണ്ടാണ് സാർ. ഈ ഗവൺമെന്റ് ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത് സാർ സാർ, ഈ ഗവൺമെന്റ് ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത് പ്രകടന പത്രികയ്ക്കകത്ത് നൽകിയ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു എന്ന ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടു കൂടിയാണ് സാർ. ഇവിടെ ഇപ്പോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇരിക്കുന്നുണ്ടല്ലോ. ഇന്ന് ബഹുമാനായ മുഖ്യമന്ത്രി 5 ലക്ഷം വീടുകൾ കേരളത്തിൽ പൂർത്തീകരിക്കുന്ന പ്രഖ്യാപനം നടത്തുകയാണ്. നിങ്ങളുടെ വീടുകളല്ല സാർ. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വയനാടിന്റെ മുൻ MP, ഇപ്പോ മറ്റൊരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MP, പ്രിയങ്ക ഗാന്ധി എന്ന വയനാടിന്റെ MP, 1 രൂപ അവിടത്തെ വയനാട് ദുരന്തത്തിന് നൽകാൻ കഴിഞ്ഞോ? ഇടതുപക്ഷത്തിന് MP-മാർ നൽകിയില്ലേ? 1 രൂപ അവർ നൽകിയോ? നിങ്ങൾ പണം, നിങ്ങളിവിടെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വീടിന് വേണ്ടി പിരിച്ച പണം, ആ പണം എവിടെ പോയി? നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ പണം ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല? അപ്പൊ അങ്ങേയറ്റം നിങ്ങൾക്കെതിരെയാണ് സാർ യഥാർത്ഥത്തിൽ അവിശ്വാസം നിൽക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കഴിവുകെട്ട നിരുത്തരവാദപരമായി പെരുമാറുന്ന നശീകരണാത്മകമായ പ്രതിപക്ഷമാണ് ഈ നിയമസഭയ്ക്കകത്തുണ്ടായത് എന്ന് നിങ്ങൾ കാണണം. അതുകൊണ്ടാണ് സാർ ഞങ്ങൾക്കെതിരെ ഈ നിയമസഭയുടെ ചട്ടം അംഗീകാരം നൽകുന്ന ഒരു അവിശ്വാസ പ്രമേയം പോലും കൊണ്ടുവരാൻ ധൈര്യമില്ലാതെ ഇവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളായി മാത്രം മാറി. സാർ, ജനങ്ങൾ ഇത് കാണും. അദ്ദേഹം പറഞ്ഞല്ലോ, ഹൈക്കോടതി ഞങ്ങൾ വിജിലൻസ് കോടതി പറഞ്ഞത് മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ. സാർ, ഗവൺമെന്റ് ഞങ്ങൾ പലതവട്ടം സൂചിപ്പിച്ചു, ഈ നിയമസഭയ്ക്കകത്ത് തന്നെ അവതരിപ്പിച്ചു. ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം. ആരാ തന്ത്രിയെ കുറിച്ച് പറഞ്ഞത്? നിങ്ങൾ BJPക്ക് സംഭാവന ചെയ്ത ഒരാളുണ്ടല്ലോ, KS രാധാകൃഷ്ണൻ. അങ്ങേക്ക് നന്നായിട്ട് അറിയാലോ, നിങ്ങൾ സംഭാവന ചെയ്ത ആളാണല്ലോ KS രാധാകൃഷ്ണൻ. അദ്ദേഹം എന്താ തന്ത്രിയെ കുറിച്ച് പറഞ്ഞത്? ഞങ്ങൾ പറയുന്നു, തന്ത്രി കുറ്റക്കാരനാണോ കുറ്റക്കാരനല്ലയോ എന്നതിൽ ഗവൺമെന്റിന് അഭിപ്രായമേ ഇല്ല. ഇതിനകത്ത് ആരാണെങ്കിലും കുറ്റക്കാരനാണോ അല്ലയോ എന്നതിലും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. സ്വതന്ത്രമായ അന്വേഷണം ഡിവിഷൻ ബെഞ്ച് നടത്തുന്നു. അങ്ങയുടെ അഭിപ്രായത്തിൽ ഹൈക്കോടതിക്ക് മുകളിലുള്ള സുപ്രീം കോടതിയാണോ വിജിലൻസ് കോടതി? അങ്ങനെയാണോ വിജിലൻസ് കോടതി? ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം, ഡിവിഷൻ ബെഞ്ചിന്റെ ഓപ്പൺ കോർട്ടിനകത്തുള്ള ഒബ്സർവേഷൻ അല്ല, ഓർഡറിനകത്ത് ഹൈക്കോടതി പറയുന്നു കുറ്റമറ്റ അന്വേഷണം, ശരിയായ വിഷയമുള്ള അന്വേഷണം. കുറ്റപത്രം വെറുതെ കൊടുക്കലല്ല, കുറ്റപത്രം കുറ്റമറ്റ രീതിയിൽ കൊടുക്കാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നതെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുമ്പോ അതിന് മുകളിൽ വിജിലൻസ് കോടതിയുടെ പരാമർശം വരുന്നു. അത് എന്താണെന്ന് നോക്കട്ടെ കോടതി, ഹൈക്കോടതി നോക്കട്ടെ. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുന്നു ഈ അന്വേഷണ സംഘം വേണ്ട. ആയിക്കോട്ടെ, ഞങ്ങൾ കൊടുത്ത പേരുകളല്ലല്ലോ, അവർ നിശ്ചയിച്ച പേരുകളല്ലേ. ഹൈക്കോടതി അന്വേഷണ സംഘം പറയുന്നു ഈ അന്വേഷണം തെറ്റാണ്. ആയിക്കോട്ടെ, പക്ഷെ ഇതുവരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുന്നു ഏറ്റവും ശരിയായ അന്വേഷണം, ഏറ്റവും ശരിയായ രൂപത്തിൽ പോകുന്നു. ഇപ്പൊ നിങ്ങൾ ഇവിടെ സാർ
ബഹുമാനായ പ്രതിപക്ഷ മേധാവ് എല്ലാവരും കോടതിയിലേക്ക് ഓടിപ്പോകുന്നവരാണല്ലോ. എന്തേ ഇതിനകത്ത് കോടതിയിൽ പോകാതിരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്കൊരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ധൈര്യമില്ല എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ കൊടുത്ത എല്ലാ കേസുകളും നീതിന്യായ പീഠത്തെ വലിച്ചെറിഞ്ഞു കളഞ്ഞ അനുഭവമില്ലേ? K4 ആകാം, അല്ലെങ്കിൽ ക്യാമറയാകാം, ഏത് കേസുകളാണെങ്കിലും പ്രതിപക്ഷ മേധാവിന് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്ന് ചോദിച്ചത് ഞങ്ങളല്ല. അവരെ കൊണ്ടിരുത്തിയാൽ നമുക്ക് ചർച്ച ചെയ്യാം. അവരെ കൊണ്ടിരുത്തിയാൽ മതി എന്ന് ചോദിച്ചത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് സാർ. അപ്പൊ ഇത്രയും കഴിവുകെട്ട പ്രതിപക്ഷം ശരിയായ രൂപത്തിൽ ജനങ്ങൾ നൽകിയ ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ട വശീകരണാത്മകമായ പ്രതിപക്ഷം കേരളത്തിനെതിരാണ് സാർ. ഇവർ ഞങ്ങൾക്കെതിരല്ല, ഇവർ കേരളത്തിനെതിരാണ്. കേരളത്തിന്റെ എല്ലാ മല്ല പദ്ധതികൾക്കും എതിരാണ്. വയനാടൻ തുരങ്കപാത പറ്റില്ല, ദേശീയപാത വീതി കൂട്ടൽ പറ്റില്ല, വിഴിഞ്ഞം തുറമുഖം പറ്റില്ല, കിഫ്ബി പറ്റില്ല, അതേപോലെ തന്നെ ലൈഫ് പദ്ധതി പറ്റില്ല. എല്ലാത്തിനെയും എതിർത്ത വശീകരണാത്മകമായ പ്രതിപക്ഷമാണ്. പാഠപുസ്തകം സാർ, പാഠപുസ്തകത്തെ കുറിച്ച് പറഞ്ഞത് എന്തിനാണ് പാഠപുസ്തകം? ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തല പറയാണ്, എന്തിനാണ് ഈ പേപ്പർ കമ്പനി ഏറ്റെടുത്തത്? അത് കേന്ദ്രം അടച്ചുപൂട്ടിക്കൂടെ? ഇങ്ങനെയുള്ള ഈ പ്രതിപക്ഷം കേരള സമൂഹത്തിന് മുൻപിൽ തുറന്നു കാട്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ ഇടമില്ലാത്തവരായി മാറാൻ പോകുന്നത് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്ന് ഈ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബഹുമാന്യനായ പെട്ടെന്ന് കുറച്ച് പറയാനുണ്ട് സർ. ബഹുമാന്യനായ ശ്രീ കെ ബാബു, അദ്ദേഹം ഇനി മത്സരിക്കുന്നില്ലെന്നൊക്കെ വാർത്തകൾ കാണുകയുണ്ടായി. അപ്പോൾ അദ്ദേഹവും പ്രഖ്യാപിച്ചതായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇനി മത്സരിക്കാൻ ഇല്ല എന്ന് ഉറപ്പായപ്പോൾ 2 ദിവസം അദ്ദേഹത്തിനൊരു സമാശ്വാസ സമ്മാനം എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. നോക്കൂ, അദ്ദേഹം ഇവിടെ പറഞ്ഞത് ഇന്ന് സഭ തീരുകയാണ് എന്നാണ്. സർ, ആരാണ് തീരുമാനിച്ചത് ഇന്ന് സഭ തീരാൻ പോകുന്നു എന്നത്? അല്ല, ബഹുമാന്യനായ ശ്രീ കെ ബാബു ഉൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ ശ്രീ കെ ബാബു ഉൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ എങ്ങനെയെങ്കിലും ഈ സഭയൊന്ന് തീർന്നു കിട്ടിയാൽ മതി, ഇവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്ന മാനസികാവസ്ഥയിലാണ് സർ. അതുകൊണ്ടാണ്, കാരണം അവർക്ക് ഈ സഭയിൽ സർക്കാരിനെതിരെ ഒരു കാതലായ പ്രശ്നവും ഉയർത്താൻ പറ്റുന്നില്ല. പ്രതിപക്ഷം എന്ന നിലയിൽ ഒരു ജനകീയ പ്രശ്നവും ഉയർത്താൻ അവർക്കില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ 2 സമ്മേളനങ്ങളിലായി ഇതുപോലൊരു ബാനറുമായി നടുത്തളത്തിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്നത് ഈ പ്രതിപക്ഷം. ഈ പ്രതിപക്ഷത്തിന്റെ പാപ്പരത്വത്തെയാണ് കാണിക്കുന്നത്. സ്വന്തം സീറ്റിലിരിക്കാൻ അവിടെ ഇരുന്നു കൊണ്ടൊരു പ്രശ്നം ഉന്നയിക്കാൻ പോലും കഴിയാതെ രാവിലെ 9 മണിക്ക് തന്നെ നേരെ ഇറങ്ങിയാണ്. ചട്ടം 50 പ്രകാരമുള്ളൊരു നോട്ടീസ് ഇവർ തന്നിട്ട് കാലം എത്രയായി സർ? എത്ര കാലമായി? നേരെ വെല്ലിലിറങ്ങുകയാണ് സർ. നിയമസഭയിൽ വെല്ലിലിറങ്ങിയ പ്രതിപക്ഷത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ആളുകൾ ആഴക്കിണറ്റിലേക്ക് വലിച്ചെറിയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതാണ് ഇവിടെ ബഹുമാന്യനായ നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞത്. സർ, കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഒരു അവിശ്വാസ പ്രമേയം ഗവൺമെന്റിനെതിരെ കൊണ്ടുവരാത്തത്? അവിശ്വാസ പ്രമേയം കൊണ്ടുവരാത്തതിന്റെ കാരണം എന്താണ്? ഈ സർക്കാരിനെ അവിശ്വസിക്കാൻ ഒരു കാരണവുമില്ല എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ പറഞ്ഞാലും ജനങ്ങൾ ഈ സർക്കാരിനെ അവിശ്വസിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഒരു അവിശ്വാസ പ്രമേയം പോലും നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി ഒരു ഗവൺമെന്റിനെതിരെ കൊണ്ടുവരാൻ കഴിയാത്ത നിലയിൽ പ്രതിരോധത്തിലായ നിരായുധരായ പ്രതിപക്ഷമായിട്ടാണ് നിങ്ങൾ ഈ സഭ പിരിയുമ്പോൾ തലകുനിച്ചിറങ്ങി പോകേണ്ടി വരിക ഇവിടെ നിന്ന് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സാർ, ഇന്ന് ചരിത്ര പ്രാധാന്യമുള്ള ദിവസമാണ്. ഇന്നാണ് 5,364,000 വീടുകൾ പൂർത്തിയാക്കി മുഖ്യമന്ത്രി അതിന്റെ പ്രഖ്യാപനം നടത്തുന്നത്. സർ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഏത് കാലത്തുണ്ടായിട്ടുണ്ട്? സർ, ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്? 20,000 കോടി രൂപയാണ് 5 ലക്ഷത്തിലധികം വരുന്ന പാവപ്പെട്ടവർക്ക്, തലയ്ക്ക് മുകളിൽ ആകാശവും താഴെ ഭൂമിയുമായി കഴിഞ്ഞിരുന്ന ആളുകൾക്ക് സുരക്ഷിതമായ വീടൊരുക്കാൻ ഈ സർക്കാർ ചെലവഴിച്ചത്. അതാണ് സർ ഇടതുപക്ഷത്തിന്റെ ബദൽ മാതൃക എന്ന് പറയുന്നത്. സർ, ഇന്ത്യയിൽ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയൊരു സർക്കാരാണിത്. ആ സർക്കാരിനെതിരെ അവിശ്വാസം കൊണ്ടുവരാൻ അവർക്ക് മുട്ടുവിറയ്ക്കും സർ, അവർക്ക് മുട്ടുവിറയ്ക്കും. ഇപ്പോ
അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനെതിരെ ഇവരെല്ലാം കൂട്ടത്തോടെ രംഗത്ത് വന്നവരല്ലേ? BJPയുടെ പ്രസിഡന്റ്, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ് എല്ലാം. അവസാനം കേന്ദ്ര ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാർലമെന്റിൽ അവതരിപ്പിച്ച എക്കണോമിക് സർവേയിൽ പറഞ്ഞു കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഒരു ദേശീയ മാതൃകയാണ് എന്ന്. നാവിറങ്ങിപ്പോയോ നിങ്ങളുടെയൊക്കെ? നാവിറങ്ങിപ്പോയോ സാർ? ഇവരിപ്പോ ഒരു തന്ത്രം ആവിഷ്കരിച്ചിരിക്കുകയാണ്. BJPയുമായി ചേർന്നുള്ള തന്ത്രമാണ്. അമിത്ഷായാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ ഗവൺമെന്റിനെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി തുടച്ചു നീക്കും. ആരാണ് പ്രഖ്യാപിക്കുന്നത്? അമിത്ഷായാണ് പ്രഖ്യാപിക്കുന്നത്. അമിത്ഷാ പ്രഖ്യാപിക്കുന്നു തുടച്ചു നീക്കും ഇടതുപക്ഷത്തിന്റെ ഇന്ത്യയിലെ ഏക ഗവൺമെന്റിനെ. അമിത്ഷയ്ക്ക് അത് പ്രഖ്യാപിക്കാനുള്ള പ്രതീക്ഷ എന്താണ്? അത് അവർക്ക് BJPക്ക് കേരളത്തിൽ അധികാരത്തിൽ വരാമെന്ന പ്രതീക്ഷയിലാണോ? അല്ല. BJP എന്താണ് അവർ കണക്കാക്കിയിരിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ സഹായിച്ച് എങ്ങനെയെങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റിനെ അധികാരത്തിലെത്തിയാൽ കോൺഗ്രസിനെ ജയിപ്പിച്ച് പിന്നെ വിലയ്ക്ക് വാങ്ങാം എന്നാണ് അമിത്ഷാ കണക്കാക്കിയിരിക്കുന്നത്. സാർ, കർണാടകയിൽ വിജയിച്ച കോൺഗ്രസിനെയാണ് വിലയ്ക്ക് വാങ്ങിയത്. ഗോവയിൽ വിജയിച്ച കോൺഗ്രസിനെയാണ് വിലയ്ക്ക് വാങ്ങിയത്. അരുണാചൽ പ്രദേശിൽ വിജയിച്ചവരെയാണ് മൊത്തത്തിൽ വിലക്കെടുത്തത് BJP. മഹാരാഷ്ട്രയിൽ വിജയിച്ച കോൺഗ്രസിനെയാണ് വിലയ്ക്ക് വാങ്ങിയത്. മണിപ്പൂരിൽ വിജയിച്ച കോൺഗ്രസിനെയാണ് വിലയ്ക്ക് വാങ്ങിയത്. ഇപ്പോഴിതാ ബീഹാറിൽ ആകെ ജയിച്ചത് 6 MLA-മാർ. 6 പേരും ജയിച്ചവർ BJPയിലേക്ക് പോവുകയാണ്. കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ വോട്ട് കൊടുത്താൽ അത് BJPക്കുള്ള നിക്ഷേപമാണ് എന്ന് അമിത്ഷായ്ക്ക് അറിയാം. ഒറ്റയ്ക്ക് BJPക്ക് വോട്ട് നേടി ഇവിടെ ജയിച്ച് അധികാരത്തിൽ വരാനാവില്ല. അപ്പൊ കോൺഗ്രസിനെ ജയിപ്പിച്ച് ആ കോൺഗ്രസിനെ പിന്നെ BJP ആക്കി മാറ്റാനാവുമോ എന്ന ഗൂഢതന്ത്രമാണ് അമിത്ഷാ പയറ്റുന്നത്. അതിന് പലരുമായും സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് സാർ. അപ്പുറത്തിരിക്കുന്ന പലരും ഈ ധാരണയിൽ പങ്കാളികളാണ്. അവരെല്ലാം ഊഴം കാത്തു നിൽക്കുന്നവരാണ് സാർ. ഒന്ന് വിജയിച്ച് കിട്ടിയാൽ നാളെ BJPയുടെ വള്ളത്തിലേക്ക് പോകാൻ ഊഴം കാത്തു നിൽക്കുന്നവരാണ്. അതാണ് ഈ നിയമസഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പേക്കൂത്ത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സാർ, ഈ സർക്കാരിനെതിരെ നേരത്തെ ബഹുമാന്യനായ മന്ത്രി പറഞ്ഞതുപോലെ ഞങ്ങൾ 21 മന്ത്രിമാരുണ്ടല്ലോ. ഈ 21 മന്ത്രിമാർക്കെതിരായും ഒരാരോപണം പോലും ഈ കഴിഞ്ഞ 5 വർഷം ഉന്നയിക്കാൻ കഴിയാത്ത പ്രതിപക്ഷം എങ്ങനെയെങ്കിലും ഈ സഭയൊന്ന് തീർന്നു കിട്ടിയാൽ മതി, ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്ന മാനസികാവസ്ഥയിലാണ് ഈ പ്രതിപക്ഷത്തെ. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളൊരു പാഠം പഠിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അദ്ദേഹം കുറെ സമയം പറയുന്നത് പെട്ടെന്ന് ചുരുക്കി പറഞ്ഞത് സാർ. ഞാൻ കഴിഞ്ഞ സഭയില് ശബരിമല സ്വർണ്ണ കേസിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ കേസിൽ പ്രതിയായ ആൾക്കാർ പോയതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉന്നയിച്ചിരുന്നു. അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു മറുപടിയും കോൺഗ്രസിന്റെ നേതാവോ പ്രതിപക്ഷ നേതാവോ ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. സാർ, കെ ബാബു ആ കാര്യം സംബന്ധിച്ചിടത്തോളം ഒരു മറുപടി പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാർ, അതുപോലെ തന്നെ നേരത്തെ ബഹുമാനപ്പെട്ട രാജീവ് മന്ത്രി ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു. വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഈ അധ്യയന വർഷം 3 മാസങ്ങൾക്ക് മുമ്പേ കേരളത്തിലെ 47 ലക്ഷം വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകം എത്തിക്കുന്നതിന് വേണ്ടി തയ്യാറായ ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. സാർ, മുൻപ് പാഠപുസ്തകം ഇല്ലാത്തതിന്റെ പേരിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പരീക്ഷ എഴുതുക വിഷയം വീണ്ടും ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം. VV അരുൺ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് അവസാനത്തെ സമ്മേളന ദിവസവും കൂടിയാണ്. എന്തായാലും പ്രതിപക്ഷം വീണ്ടും തന്ത്രിയുടെ വിഷയം തന്നെയാണ് ഉന്നയിക്കുന്നത്. പ്രതിഷേധം വീണ്ടും കനക്കുക തന്നെയാണ്. അത് തന്നെയായിരിക്കും ഇനി തുടർന്നും അങ്ങോട്ടുള്ള സമയങ്ങളിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം തന്നെ ഇന്നും സഭയിൽ തുടരുകയാണ്. രാവിലെ ചോദ്യോത്തരവേള തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ നിലപാട് വ്യക്തമാക്കി. സഭാ നടപടികളുമായി സഹകരിക്കാൻ കഴിയില്ല. അതിന് കാരണമായി പ്രതിപക്ഷത്ത് നിന്ന് പ്രതിപക്ഷ നേതാവിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി നേതാവ്, കോൺഗ്രസിന്റെ ഡെപ്യൂട്ടി നേതാവ് കെ ബാബു പറഞ്ഞത് തന്ത്രിക്ക് പ്രത്യേക പരിഗണന വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ കോടതി ജാമ്യോത്തരവിൽ പറഞ്ഞത് തെളിവിന്റെ കണിക പോലും ഇല്ലാതെ ഒരാളെ ജയിലിലിട്ടത് ശരിയായില്ല എന്നുള്ളതാണ്. തന്ത്രി അനാവശ്യമായി ജയിൽ കുടുക്കിയതിന്റെ അടച്ചതിന്റെ ഉത്തരവാദിത്തം സർക്കാരിനാണ്. സർക്കാർ വിശ്വാസികൾ ജനങ്ങളോടും ഉത്തരം പറയണം. എല്ലാവർക്കും ജാമ്യം കിട്ടുന്നു, അതിലെ ഉത്തരവാദിത്വം സർക്കാരിനാണെന്നാണ് കെ ബാബു ആരോപിച്ചു. തുടർന്ന് പ്രതിപക്ഷം പ്ലക്കാർഡുകളും ബാനറുകളുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കാൻ ആരംഭിച്ചു. പതിവ് കാഴ്ച ഇന്നും ഉണ്ടായത്. തൊട്ടു പിന്നാലെ നിയമമന്ത്രി പി രാജീവ് പ്രസംഗിക്കാൻ എഴുന്നേറ്റു. എന്തുകൊണ്ടാണ് മന്ത്രിമാർക്കും മന്ത്രിസഭയ്ക്കുമെതിരെ ഒരു അവിശ്വാസ പ്രമേയം പോലും കൊണ്ടുവരാൻ കഴിയാതെ പ്രതിപക്ഷം ധൈര്യമില്ലാത്തവരായി മാറി? അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ തുറന്നു കാട്ടപ്പെടുമെന്ന് പ്രതിപക്ഷം നന്നായി അറിയാം. ഞങ്ങളുടെ മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്. ഒരു മന്ത്രിക്കെതിരെയും
എന്തെങ്കിലും അഴിമതി ആരോപണം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല. അതിന് കാരണം ഒരു ആരോപണത്തിന്റെ കണിക പോലും ഉണ്ടാകാവുന്ന ഒന്നും ഈ മന്ത്രിസഭയിൽ ആരും ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ സ്പീക്കറുടെ ഡയസിന് ചുറ്റും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരുകയാണ്. ചോദ്യോത്തരവേള റദ്ദു ചെയ്യുകയാണ് ഇപ്പോൾ സ്പീക്കർ. നടപടികൾ പൂർത്തിയാക്കി സഭ പിരിയും. 9 ബില്ലുകളാണെന്ന് പാസാക്കേണ്ടത്. 2 ധനബില്ലുകളും ധനവിനിയോഗ ബില്ലും ഉൾപ്പെടെ 9 ബില്ലുകൾ, നേറ്റിവിറ്റി കാർഡ് ബിൽ പോലുള്ള വളരെ പ്രധാനപ്പെട്ട ബില്ല് പാസാക്കാനുണ്ട്. ഇന്നലെ അവതരിപ്പിച്ച ബില്ല് പ്രതിപക്ഷ ബഹളത്തിൽ തുടർന്ന് ചർച്ച കൂടാതെ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുകയായിരുന്നു. ഇന്ന് ആ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത് 9 ബില്ലുകളും 5 ബില്ലുകൾ തിരിച്ചുവരും. അതുൾപ്പെടെയുള്ള 9 ബില്ലുകളാണെന്ന് പാസാക്കേണ്ടത്. ഏതായാലും സഭ പ്രതിപക്ഷത്തിന്റെ കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് നടപടികൾ ഗിലിറ്റിൻ ചെയ്യാനാണ് സർക്കാരിന്റെ ആലോചന. അല്പസമയത്തിനകം തുടർ നടപടികളിലേക്ക് കടന്ന സഭ ചോദ്യത്തിലുള്ള റദ്ദ് ചെയ്തിരിക്കുന്നു. 0 അവറും സ്വാഭാവികമായും ഇനി മറ്റ് റിപ്പോർട്ട് സമർപ്പണങ്ങളും ബില്ലിന്റെ സമർപ്പണവും ഒക്കെയാണ് നടക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ സഭാ നടപടികൾ പൂർണ്ണമായും അവസാനിക്കാനാണ് സാധ്യത. അതായത് 15ാം കേരള നിയമസഭ അവസാന സമ്മേളനത്തിന്റെ അവസാന മണിക്കൂറുകളിലൂടെ കടന്നുപോകുന്നു. ഇനി നേരിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങുകയാണ് ഭരണ പ്രതിപക്ഷ മുന്നണികൾ. സഭാ സമ്മേളനം അല്പസമയത്തിനകം അവസാനിക്കും. അനിശ്ചിതകാലത്തേക്ക് സഭ പിരിയുകയാണ്. സഭ പിരിച്ചു വിടുകയാണ്. ഇനി MLA-മാർ സ്വാഭാവികമായും അവരുടെ മണ്ഡലങ്ങളിലേക്ക് പോകും. നേതാക്കൾ അവരുടെ ജില്ലകളിലേക്ക് പോകും. അവിടങ്ങളിലാകും ഇനി തെരഞ്ഞെടുപ്പ് പ്രചരണം. ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു. സഭയ്ക്കുള്ളിൽ ഈ ബജറ്റ് സമ്മേളനം ഏതാണ്ട് പൂർണ്ണമായും അതിന് തൊട്ടുമുമ്പുള്ള സമ്മേളനവും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുങ്ങിയ സഭാ സമ്മേളനങ്ങളാണ് കടന്നുപോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായി മാറുമെന്ന് ഉറപ്പിക്കാം. അതിലൂടെ ഇപ്പോൾ സഭാ നടപടികൾ അവസാനിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് സ്പീക്കറും അദ്ദേഹത്തിന്റെ ഓഫീസും. നിയമസഭാ സെക്രട്ടേറിയറ്റും റിപ്പോർട്ട് സമർപ്പണം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നു. ഇതിന്റെ 5 ബില്ലുകൾ 9 ബില്ലുകൾ പാസാക്കിയെടുക്കേണ്ടതുണ്ട്. നേറ്റിവിറ്റി കാർഡ് ബില്ലടക്കം സംസ്ഥാനത്തെ പൌരന്മാർക്ക് പ്രത്യേക തിരിച്ചറിയൽ കാർഡ് നൽകുന്ന നേറ്റിവിറ്റി കാർഡ് ബില്ലടക്കം അതിന് നിയമപരമായി നിലനിൽക്കില്ല എന്ന് പ്രതിപക്ഷം വാദിക്കുന്നു. കേന്ദ്രമാണ് അത്തരത്തിൽ ഐഡന്റിറ്റി കാർഡുകൾ നൽകേണ്ടത്. പക്ഷേ അതിനപ്പുറത്തേക്ക് തിരിച്ചറിയൽ കാർഡുകൾ നൽകാൻ സംസ്ഥാനത്തിന് അധികാരമില്ല. എന്നാൽ സംസ്ഥാനത്തിന്റെ പൌരന്മാരെ പൌരത്വ നിയമ ഭേദഗതിയൊക്കെ കൊണ്ടുവന്ന് പൌരന്മാരില്ലാതാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് ഉറപ്പ് നൽകുകയാണ്, അവരെ ചേർത്ത് നിർത്തുകയാണ് സംസ്ഥാന സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് അതിലൊരു രാഷ്ട്രീയം കൂടി പറയുകയാണ് നേറ്റിവിറ്റി കാർഡ് ബില്ലുടെ സർക്കാർ. ആ ബില്ലാണ് ഇന്ന് പാസാക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ബില്ല്. അതിനു മുമ്പ് ഇപ്പോൾ മറ്റൊരു നടപടിക്രമങ്ങളിലേക്ക് സഭ കടക്കുകയാണ്. മുരളി മാവേലിക്കര മുൻ MLA മുരളിക്ക് ചരമോപചാരം അർപ്പിക്കുകയാണ് നിയമസഭ. അതിനുശേഷം മറ്റു നടപടികളിലേക്ക് അടക്കം റിപ്പോർട്ട് സമർപ്പണം അടക്കമുള്ള 0 അവർ നടപടികളിലേക്ക് കടന്ന് അധികം വൈകാതെ കേരള നിയമസഭ 15ാം കേരള നിയമസഭ അനിശ്ചിതമായി പിരിയാൻ പോവുകയാണ്. ഹരി, അത് തന്നെയാണ് 15ാം കേരള നിയമസഭയുടെ അവസാന ദിവസം തന്നെയാണ് ഇന്ന്. കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ സഭാ നടപടികൾ അവസാനിപ്പിക്കാനുള്ള ഘട്ടത്തിലേക്ക് തന്നെ നീങ്ങുകയാണ്. 9 ബില്ലുകളാണ് ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് പാസ്സാക്കേണ്ടിയിരിക്കുന്നത്. ആ നടപടികളിലേക്കും കടക്കാൻ തന്നെയാണ് സാധ്യത. ഏതായാലും പ്രതിപക്ഷം വളരെ ശക്തമായി തന്നെ പ്രതിഷേധം തുടരുന്നൊരു ഘട്ടവും കൂടിയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കെട്ടിടം ഇടിഞ്ഞ് തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ കോഴിക്കോട് മേയർ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം ഇതൊരു വലിയ പ്രശ്നമായിട്ട് വരാനിരിക്കുന്നതാണ്. കാരണം ഒന്നല്ല, 100 കണക്കിന് കച്ചവട സ്ഥാപനങ്ങൾ കാലങ്ങളായി പ്രവർത്തിക്കുന്നതാണ്. അവരെയൊക്കെ പെട്ടെന്ന് കെട്ടിടം അൺഫിറ്റാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പൊളിച്ചു മാറ്റണം. അപ്പോൾ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാതെ ഓരോന്നും പൊളിച്ചു മാറ്റേണ്ട ഘട്ടമാവുന്ന മുറയ്ക്ക് മാത്രം അവരെ അതിൽ നിന്ന് മാറ്റുക എന്നൊരു നിലപാടാണ് നേരത്തെ കോർപ്പറേഷൻ എടുത്തു പോന്നിരുന്നത്. അതാണ് പൊതുവായി ഈ കെട്ടിടങ്ങളിലെ എല്ലാം കച്ചവടക്കാരോട് എടുത്തിട്ടുള്ള സമീപനം. അത് തന്നെയാണ് ഇന്നലെ അപകടം സംഭവിച്ച ബിഗ് ബസാറിലെ കെട്ടിടത്തിൻ്റെ കാര്യത്തിലും സ്വീകരിച്ച നിലപാട്. അപ്പോൾ അതിനെ തുടർന്ന് ഒരുപാട് തെറ്റായ കാര്യങ്ങൾ, വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ വന്നു. തീർച്ചയായും ഈ സംഭവത്തിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ 4 പേരുടെ ജീവൻ എന്ന് പറയുന്നത് ഏറ്റവും വിലപ്പെട്ടതാണ്. അങ്ങനെ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അതിനോട് തീർച്ചയായിട്ടും കോർപ്പറേഷൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തം ഇത്തരം കെട്ടിടങ്ങളുടെ ബലക്ഷയത്തെ സംബന്ധിച്ച് ശരിയാവണ്ണം യഥാസമയം പരിശോധിച്ച് ഉറപ്പുവരുത്തുക എന്നുള്ളത് പ്രധാനമാണ്. ആ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇന്നലെ തീരുമാനിച്ചു, സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്തു. ഈ 10-16 കെട്ടിടങ്ങൾ മാത്രമല്ല, കോർപ്പറേഷൻ്റെതായ കെട്ടിടങ്ങൾ, ബലക്ഷയമുള്ള കെട്ടിടങ്ങൾ അടിയന്തരമായി പരിശോധിച്ച് ഇത്തരം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ബലക്ഷയം ഉള്ളത് കണ്ടെത്തിക്കൊണ്ട് നടപടി സ്വീകരിക്കാൻ കഴിയണം. അതിനാവശ്യമായ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ഇന്നലെ തീരുമാനമെടുത്തിട്ടുണ്ട്. അതുപ്രകാരം സമീപ ദിവസങ്ങളിൽ തന്നെ അത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് ലഭ്യമാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും. അതാണ് അത് സംബന്ധിച്ചൊരു കാര്യം പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം ഉള്ളത്, ഇതിനോടനുബന്ധിച്ച് ഈ കാര്യത്തിൽ നടന്നിട്ടുള്ള ഓഫീസ് സംബന്ധമായ കാര്യങ്ങൾ,
ഒരുപാട് അവ്യക്തതകൾ ഇങ്ങനെ പറഞ്ഞു വരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അതിലൊക്കെ കുറേ കൂടി കൃത്യമായി ഈ വക കാര്യങ്ങളിൽ ഇതുവരെ സ്വീകരിച്ചു വന്ന നടപടികളിലും അതുപോലെ ഇത്തരം കാര്യങ്ങളോട് ഇനി അങ്ങോട്ട് എടുക്കേണ്ട സമീപനങ്ങളെ സംബന്ധിച്ചൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി, നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടി കോർപ്പറേഷൻ കൗൺസിൽ എന്നുള്ള നിലയ്ക്ക് ആലോചിച്ച് സർക്കാരിൻ്റെ കൂടി സഹായത്തോടുകൂടെ ഒരു അന്വേഷണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു അന്വേഷണത്തിലൂടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ വന്നു ചേർന്നിട്ടുള്ള കാര്യങ്ങളും തുടർന്ന് അങ്ങോട്ട് ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കേണ്ട സമീപനങ്ങളെ സംബന്ധിച്ച് കുറച്ചുകൂടി വ്യക്തത വരുത്തുന്നതിന് സഹായകരമാണ് എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാറുള്ളത്. മറ്റൊന്ന്, ഈ കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞുവല്ലോ. സർക്കാരിൽ നിന്ന് ആ കുടുംബത്തിന് ആവശ്യമായ സഹായം, സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്ന് കൗൺസിൽ താൽപ്പര്യപ്പെടുന്നു. എന്തായിരുന്നാലും ആ കുടുംബത്തെ പരിരക്ഷിക്കുന്നതിന് ആവശ്യമായതെല്ലാം, സാധ്യമായതെല്ലാം ചെയ്യുന്നതിന് വേണ്ടി കൗൺസിലിൻ്റെ ഭാഗത്തു നിന്ന് തീർച്ചയായും നടപടികൾ ഉണ്ടാവും. അടിയന്തരമായി കൊണ്ട് മേയർ ഫണ്ടിൽ നിന്ന് മരണപ്പെട്ട കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം എന്നുള്ളതിലേക്ക് 1 ലക്ഷം രൂപ നൽകുന്നതിനും പരിക്ക് പറ്റിയുള്ള ഒരാൾക്ക് 50,000 രൂപ അടിയന്തര സഹായം എന്നതിലേക്ക് കൊടുക്കണം എന്നും മേയർ ഫണ്ടിൽ നിന്ന് കൊടുക്കണമെന്ന് 1 ലക്ഷം രൂപ. അത് ഒരു അടിയന്തര സഹായം എന്നുള്ള നിലയ്ക്ക്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് സാധ്യമായ സഹായങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു ശ്രമം തീർച്ചയായും കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ആ കാര്യങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായി ഞാൻ അത് അവസാനിപ്പിക്കുന്നു. പ്രധാനമായും ഈ അപകടാവസ്ഥയിലായ കോർപ്പറേഷൻ്റേതായ ബന്ധപ്പെട്ട കെട്ടിടങ്ങൾ, കോർപ്പറേഷൻ്റെ മാത്രമല്ല സ്വകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അടിയന്തരമായ ഒരു റിപ്പോർട്ട് വാങ്ങിക്കൊണ്ട് തുടർ നടപടികൾ ആ കാര്യത്തിലുണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ളത്. അതിൽ ഇന്നലെ നടന്ന ചില സംഭവങ്ങളുണ്ട്. ഈ ഏതൊരു ദുരന്തത്തെയും അങ്ങേയറ്റം ഈ നഗരമാകെ പ്രയാസത്തിൽ നിന്നൊരു സംഭവമാണല്ലോ ഇന്നലത്തേത്. അങ്ങനെ നമ്മുടെ നഗരത്തിനാകെ ദുഃഖം സമ്മാനിച്ച ഇന്നലത്തെ ആ ദുരന്തം കേട്ടത് മുതൽ ഈ നഗരത്തിലാകെ ഏതൊരാൾക്കും അങ്ങേയറ്റം പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ അതിനെയെല്ലാം ഒരു രാഷ്ട്രീയപരമായ നിലയിലേക്ക് എടുത്തുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളാണ് ഇന്നലെ ഉണ്ടാക്കിയുള്ളത്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ കാര്യത്തിലൊരു യോജിപ്പ് പൊതുവായിട്ട് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ പച്ചക്കറി മാർക്കറ്റ്, പാളയം പച്ചക്കറി മാർക്കറ്റിൻ്റേത് പൊളിച്ചു പണിയാൻ തീരുമാനിച്ചു. അത് പ്രകാരം പുതിയ മാർക്കറ്റിന് വേണ്ടി കല്ലുത്താൻകടവിൽ സ്ഥലം കണ്ടെത്തി. ഈ നിലവിലുള്ള മാർക്കറ്റിനേക്കാൾ ആധുനിക സൗകര്യങ്ങളുള്ള എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളുള്ള മാർക്കറ്റുകൾ കല്ലുത്താൻകടവിൽ പണിതു. അവിടേക്ക് നമ്മുടെ നിലവിലുള്ള കച്ചവടക്കാരെ മാറ്റാൻ വേണ്ടി കോർപ്പറേഷൻ എത്ര കാലമായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ആ കച്ചവടക്കാർ മാറുന്നുണ്ടോ? യഥാർത്ഥത്തിൽ എന്താ ആ കെട്ടിടത്തിൻ്റെ പഴക്കം ഉള്ളത് കൊണ്ട് തന്നെ പുതിയ കെട്ടിടം പണിത് അവിടേക്ക് പുനരധിവാസം കൊടുക്കുക ചെയ്യുന്നത്. നല്ല സൗകര്യങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ. ശരി, കോഴിക്കോട് മേയറാണ് മാധ്യമങ്ങളെ കണ്ടത്. വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്നാണ് മേയറിന്റെ ആവശ്യം. ഇടവേളയിലേക്ക് പോവാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്. ലോകം സാമ്പത്തിക മാന്ദ്യത്തിന്റെ നിഴലിലായിരുന്നപ്പോഴും ആഗോള രാഷ്ട്രീയ അസ്ഥിരതകൾ വിപണികളെ ഉലച്ചപ്പോഴും കഴിഞ്ഞ 4 വർഷമായി ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന പദവി ഇന്ത്യ കാത്തുസൂക്ഷിക്കുകയാണ്. ലോകത്തിന്റെ സാമ്പത്തിക എഞ്ചിനായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് 2005-ലും നാം കണ്ടത്. ആഗോളതലത്തിൽ പല വികസിത രാജ്യങ്ങളും സാമ്പത്തിക മാന്ദ്യത്തെയും ഭൗമ രാഷ്ട്രീയ തർക്കങ്ങളെയും ഭയപ്പെടുമ്പോൾ ഇന്ത്യ തുടർച്ചയായ 4ാം വർഷവും ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥ എന്ന പദവി നിലനിർത്തുകയാണ്. കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ യഥാർത്ഥ GDP വളർച്ച 7.4% ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്താരാഷ്ട്ര നാണയനിധി പോലും ഇന്ത്യയുടെ വളർച്ചാ സാധ്യതകളെ മുൻനിർത്തി തങ്ങളുടെ പ്രവചനങ്ങൾ തിരുത്തി കഴിഞ്ഞു. 2026ഓടെ ജപ്പാനെ മറികടന്ന് ലോകത്തിലെ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുമെന്നത് കേവലം ഒരു സ്വപ്നമല്ല, മറിച്ച് അടുത്തു തന്നെ സംഭവിക്കാൻ പോകുന്ന യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ മഹാപ്രയാണത്തിന് പിന്നിൽ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങൾക്കും വലിയ പങ്കുണ്ട്. ഓരോ സംസ്ഥാനത്തിൻ്റെയും സാമ്പത്തിക ശേഷിയും സംഭാവനയും വ്യത്യസ്തമാണ് എന്നതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ ഈ വളർച്ചയെ സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ ഉൾക്കൊള്ളുന്ന മഹാരാഷ്ട്ര തന്നെയാണ് ഇത്തവണയും പട്ടികയിൽ ഒന്നാമത് നിൽക്കുന്നത്. 45.32
വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. എറണാകുളത്ത് റെയിൽവേ ട്രാക്കിൽ യുവതി മരിച്ച നിലയിൽ കൊച്ചി വൈറ്റില ഫ്ലൈ ഓവറിന് താഴെയാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊലപാതകമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. നവമി സംഭവ സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട്. നവമി, ഈ ട്രെയിൻ പോകാത്ത ട്രാക്കിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അതുതന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള കാരണമായിട്ടും പോലീസ് കരുതുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? എങ്ങനെ പോകുന്നു അന്വേഷണം? ഹരി, നമ്മൾ എപ്പോഴും പറയും ഒരു കൊലപാതകമാണെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിക്കുമെന്ന്. ഇവിടെ അത്തരത്തിലുള്ളൊരു തെളിവ് തന്നെയാണ് അവശേഷിപ്പിച്ചിരിക്കുന്നത്. പോലീസിന്റെ നിഗമനമനുസരിച്ച് ഈ കൊലപാതകം നടന്ന ശേഷം മൃതദേഹം ട്രാക്കിലേക്ക് കൊണ്ടുവിടുന്നു. സ്വാഭാവികമായും അതൊരു റെയിൽവേ ട്രാക്കിൽ അല്ലെങ്കിൽ ട്രെയിൻ ചാടി മരിച്ചു എന്ന രീതിയിലേക്ക് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കും കൊലപാതകി അത്തരത്തിലൊന്ന് ചെയ്തത്. പക്ഷേ അദ്ദേഹം ഈ കൊലപാതകി എന്ന് പറയുന്ന നമുക്കറിയില്ല ആരാണെന്ന്, ആ ട്രാക്കിലേക്ക് കൊണ്ടിട്ടത് ഈ ട്രെയിൻ പോകാത്ത ഒരു ട്രാക്കിലാണ്. അത്തരത്തിൽ ആണ് പിന്നീട് മൃതദേഹം കണ്ടെത്തുന്നത്. രാവിലെ ഇതുവഴി പോയ പുലർച്ചെ 3:30 ഇതുവഴി പോയ അമൃത എക്സ്പ്രസിലെ ലോക്കോ പൈലറ്റാണ് ഈ മൃതദേഹം ആദ്യം കാണുകയും ഉടനെ തന്നെ റെയിൽവേ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തത്. റെയിൽവേ പോലീസ് മരട് പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് 4 മണിയോടുകൂടി തന്നെ സംഭവ സ്ഥലത്തെത്തി. അപ്പോൾ മൃതദേഹത്തിന്റെ കഴുത്ത് ഈ ട്രാക്കിലേക്ക് വെച്ചിരിക്കുന്ന നിലയിലായിരുന്നു. ഉടനെ തന്നെ അടുത്തുള്ളൊരു ഹോസ്റ്റലിലെത്തി ഒരു വാർഡനോട് തുണി ആവശ്യപ്പെടുകയായിരുന്നു ഈ മൃതദേഹം മൂടുന്നതിന് വേണ്ടി. ഈ വാർഡനാണ് ഈ ഒരു ബെഡ്ഷീറ്റ് നൽകുകയും ഇതിനെ തുടർന്ന് മൃതദേഹം മൂടി വെച്ചു. പിന്നീടാണ് ഇത് എല്ലാവരും അറിഞ്ഞ് ഇവിടെ എത്തുന്നവരെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത്. മാധ്യമപ്രവർത്തകരടക്കം ഇവിടെ എത്തുകയും ചെയ്തു. ഇതാരാണ് ഈ സ്ത്രീ എന്ന് ഇതുവരെയും പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോറൻസിക് വിദഗ്ധരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പരിശോധന നടക്കുകയാണ്. സമീപത്ത് നിന്നും യുവതിയുടേതെന്ന് കരുതുന്ന ഒരു മൊബൈൽ ഫോണും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ വിശദമായ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇതാരാണ് നടത്തിയത് അല്ലെങ്കിൽ ആരാണ് മരിച്ചതെന്നൊക്കെ ഒരു വ്യക്തത കൈവരികയുള്ളൂ. പോലീസിന്റെ നിഗമനം, അതായത് പ്രാഥമിക നിഗമനം അനുസരിച്ച് ഇതൊരു കൊലപാതകം എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. മൃതദേഹത്തിൽ മറ്റ് ചതവുകളൊന്നും തന്നെയില്ല. പക്ഷെ മുഖത്തെ ഭാഗത്ത് മാത്രം ഒരു പരിക്കുണ്ട്. ഇത് ഈ എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ട് ഇടിച്ചതാണോ അല്ലെങ്കിൽ എന്താണെന്ന് അത് മുഖത്തിന്റെ ഒരു ഭാഗത്താണ്, മൃതദേഹത്തിന്റെ ഒരു ഭാഗത്ത്, മുഖത്തിന്റെ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഒരു പരിക്കായിട്ട് ചോര കെട്ടി നിൽക്കുന്നതായിട്ട് പോലീസിന് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാലും മൃതദേഹം പരിശോധിച്ചതിൽ നിന്നും ഇതൊരു കൊലപാതകമാണ് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇതാരാണ് മരിച്ചത്, ആരാണ് ചെയ്തതെന്നൊക്കെ വരും മണിക്കൂറിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഈ പ്രദേശം എന്ന് പറയുന്നത് സാമൂഹിക വിരുദ്ധരുടെ ഒരു കേന്ദ്രം തന്നെയാണ്. മദ്യപിക്കും ലഹരിയും ഒക്കെ ആയിട്ട് നിരവധി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലം തന്നെയാണെന്ന് നാട്ടുകാരൊക്കെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇവിടെ അധികം ആരും ഈ പ്രദേശത്ത് നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ആരും തന്നെ ഇങ്ങോട്ടേക്ക് വരില്ല. ലൈറ്റ് ഒന്ന് രാത്രിയായി കഴിഞ്ഞാൽ മറ്റു വെട്ടം ഒന്നുമില്ല. റെയിൽവേ ട്രാക്കിന്റെ സമീപ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആരാണ് ഇത് ചെയ്തതെന്നോ അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് മൃതദേഹം കൊണ്ടുവരുന്നതോ അങ്ങനെ ദൃക്സാക്ഷികളെ ഒന്നും തന്നെ പോലീസിന് ഇതുവരെയും കണ്ടെത്താനും കഴിഞ്ഞിട്ടുമില്ല. പോലീസ് എന്തായാലും സമീപത്തെ കടകളിലെ CCTV അടക്കം പരിശോധിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവരുന്നതോ അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ രൂപസാദൃശ്യമുള്ളവരെ ആരെങ്കിലും കണ്ടെത്താൻ കഴിയുമോ ഒക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. മൊബൈൽ ഫോണും കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെയൊക്കെ വിശദമായ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഈ ആരാണ് മരിച്ചതെന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വിജനമായിട്ടുള്ള ഒരു പ്രദേശമാണ്. കാട് പിടിച്ചു കിടക്കുന്ന സാമൂഹിക വിരുദ്ധരുടെ ഒരു കേന്ദ്രമായിട്ടുള്ള ഒരു ഇടം കൂടിയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടില്ല. ചിലപ്പോൾ ഇത് അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും ഇത് ചെയ്തതിന് ശേഷം മൃതദേഹം ഇവിടെ കൊണ്ടിട്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കൊലപാതകമെന്ന് പോലീസ് ഉറപ്പിച്ച് പറയുന്നതും അല്ലെങ്കിൽ ഇവിടേക്ക് മൃതദേഹം കൊണ്ടിട്ട രീതിയിലും പോലീസ് അത്തരത്തിലുള്ള കൊലപാതകം എന്ന് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. മറ്റൊന്ന് ഈ മൃതദേഹം ഇതൊരു കൊലപാതകമാണെന്ന് മാറ്റുന്ന അല്ലെങ്കിൽ ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കൊലപാതകി ചെയ്തത് അത് ട്രാക്ക് മാറിപ്പോയി എന്നുള്ളതാണ്. റെയിൽവേ ട്രാക്കിലേക്ക് കൊണ്ടിട്ടെങ്കിൽ പോലും അത് ട്രെയിൻ പോകാത്ത ഒരു ട്രാക്കിലേക്കാണ് കൊണ്ടിട്ടത്. അതുകൊണ്ട് തന്നെയാണ് പോലീസിന് ഇത് പെട്ടെന്ന് കൊലപാതകമാണെന്ന് കണ്ടെത്താൻ സാധിക്കുക ചെയ്തത്. എന്തായാലും നടപടികൾ പുരോഗമിക്കുകയാണ്. നമുക്ക് ഉടനെ തന്നെ ഇത് ആരാണ് ചെയ്തത്, മരിച്ചതാരാണ് എന്നീ വിവരങ്ങളൊക്കെ അറിയാൻ സാധിക്കും. അത് തന്നെയാണ് തോന്നി. അപ്പോൾ ഈ കൊലപാതകമാണ് എന്ന് പോലീസ് സംശയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ട്രാക്കിലൂടെ ട്രെയിൻ പോകുന്നില്ല. അപ്പോൾ എന്തായാലും ഈ കൊലയാളി വേറെ എല്ലാ രീതിയിലും ഒക്കെ ഇതൊരു ആത്മഹത്യയാണ് നടത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിൽ പോലും അവിടെ ഒന്ന് അടിതെറ്റി എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നവമി തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു കൊലപാതകം മറച്ചു വയ്ക്കുന്നെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ അത് പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് തന്നെയാണ് ഈ ഒരു
ട്രാക്കിലേക്ക് ഈ മൃതദേഹം ഇട്ടിരിക്കുന്നതും ട്രെയിൻ പോകാത്ത ഒരു ട്രാക്കിലേക്ക് തന്നെ കണ്ടെത്തിയിടുക എന്നുള്ളത്. പിന്നെ ഈ പ്രദേശം കാട് പിടിച്ച് കിടക്കുന്നതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പോലെ തന്നെ കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശം, അധികം ആളുകളൊന്നും വരാത്തൊരു പ്രദേശം. ആ സ്ഥലം നോക്കി തന്നെ ഈ മൃതദേഹം കൊണ്ട് എത്തിക്കാനുള്ള കൊലയാളിയുടെ ഒരു കാഴ്ചപ്പാടും അതും എടുത്തു പറയേണ്ടതാണ്. പിന്നെ സമീപത്തെ CCTV ദൃശ്യങ്ങൾ അതും പരിശോധിക്കേണ്ടതുണ്ട്. ഏകദേശം 40 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീയുടെ മൃതദേഹമാണെന്നാണ് മനസ്സിലാക്കുന്നത്. തൊട്ടടുത്തൊരു മൊബൈൽ ഫോണുമുണ്ട്, അതും പരിശോധിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ കിട്ടുമെന്നും പ്രതീക്ഷിക്കുന്നു. എന്തായാലും നവമി സംഭവ സ്ഥലത്ത് നിന്ന് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. നമുക്ക് കാണാം പോലീസ് നടപടികൾ പുരോഗമിക്കുകയാണ്, ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. ചുറ്റും അവിടെ പ്രദേശവാസികളുണ്ട്, സംഭവം അറിഞ്ഞെത്തുന്നവരുണ്ട്, എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവാത്തവരുമുണ്ട്. അപ്പോൾ എല്ലാവരും ചുറ്റും കൂടി നിൽക്കുകയാണ് എന്നതും മനസ്സിലാക്കാം. എന്തായാലും അമൃത എക്സ്പ്രസ്സിലെ ലോക്കോ പൈലറ്റാണ് ഇത് ആദ്യം പോലീസിന് വിവരം അറിയിക്കുന്നത്. ഏകദേശം പുലർച്ചെ ഒരു 3 മണിയോടുകൂടിയാണ് മൃതദേഹം കണ്ടെത്തിയതെന്നും മനസ്സിലാക്കുന്നു. അപ്പോൾ സമീപത്തെ CCTV ദൃശ്യങ്ങൾ അത് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടതായി പോലീസും നോക്കിക്കാണുന്നത്. അതിലൂടെ കൊലയാളിയുടെ ഏതെങ്കിലും വിവരങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രൂപം കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്നതും കൂടി അന്വേഷിക്കുന്നുണ്ട്. നവമി, നമുക്ക് അവിടെ പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻക്വസ്റ്റ് നടപടികൾ നടക്കണം. അപ്പോൾ എന്നാൽ പോലും അവിടെ പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഈ പ്രദേശത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുന്നൊരു ആണെന്ന് തന്നെയാണ് കിട്ടുന്ന വിവരം എന്ന് പറയുമ്പോൾ തന്നെ ഈ പ്രദേശത്തിലേക്ക് അധികം ആളുകൾ വരുന്നതുമില്ല. അപ്പോൾ അതും കൂടി സൂചിപ്പിക്കുമ്പോൾ പ്രദേശവാസികളുടെയും അഭിപ്രായം എന്താണ്? ഇത് നമ്മൾ ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. വിജനമായിട്ടുള്ള ഒരു ഇടമാണ്, കാട് പിടിച്ച് കിടക്കുകയാണ്, സാമൂഹിക വിരുദ്ധരുടെ ഒരു താവളമാണെന്ന് തന്നെയാണ് നേരത്തെയും പ്രദേശവാസികൾ പറയുന്നത്. ഇവിടെ അധികം ആരും ഇങ്ങോട്ടേക്ക് വരുന്നതും കുറവാണ്. ചേട്ടാ, ഈ സ്ഥലത്തെ ആളാണ്, സമീപത്തുള്ള താമസിക്കുന്ന ആളാണോ? ഇവിടെ അധികം ആരും വരാറില്ല. സാമൂഹിക വിരുദ്ധരുടെ ഒരു കേന്ദ്രമാണെന്ന് തന്നെ പറയാം അല്ലേ? കുറച്ചുപേര് വന്ന് കിടന്ന് ഉറങ്ങാറുണ്ട്. ഇവിടെ അറിയില്ല. ആൾക്കാരോട് അവിടെ വന്ന് പിടിക്കാറ് ഇവിടെ അധികം ആരും ശ്രദ്ധിക്കില്ല. ലൈറ്റ് ഒന്നുമില്ല. ഇങ്ങനൊരു സംഭവം നടന്നാലും ആരും പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. ആരും അറിയില്ല. ഇത് വാർത്ത അറിഞ്ഞ ചേട്ടൻ വന്നേ പ്രദേശവാസിയാണ്. ഇവിടെ കള്ളു കുടിച്ചൊക്കെ ആൾക്കാർ ഇവിടെ കിടക്കും. ഇവിടേക്കൊന്നും അധികം ആരും വരാറില്ല എന്ന് കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതുതന്നെയാണ് നാട്ടുകാരെല്ലാവരും പറയുന്നത്. ഇവിടെ അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു വഴിയാണ്. നമുക്ക് നല്ല കാട് പിടിച്ച് കിടക്കുകയാണ്, റെയിൽവേ ട്രാക്കാണ്. മദ്യപിക്കുന്നതിനും മറ്റ് ഇതിനൊക്കെയാണ്, അനാശാസ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇവിടെ ആളുകൾ വരാറുണ്ടെന്ന് പോലീസും ഒപ്പം തന്നെ നാട്ടുകാരും പറഞ്ഞു വെക്കുന്നുണ്ട്. അത്തരത്തിൽ മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരവും. പോലീസ് എന്തായാലും പോലീസ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ നടക്കുകയാണ്. ഉടനെ തന്നെ മൃതദേഹം ഇവിടുന്ന് മാറ്റുകയും ചെയ്യും. ഇനി ഇത് ആരാണ് മരിച്ചത്, ആരാണ് ഇത് ചെയ്തത് എന്നതാണ് ഇനി കണ്ടെത്തേണ്ടതുള്ളത്. ഹരി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഒരു 40-നോടടുത്ത് പ്രായമുള്ള യുവതിയാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് മറ്റ് വിവരങ്ങളൊന്നും തന്നെ ഇതുവരേക്കും. ഏറ്റവും പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ: ആരാണ് ഈ കൊലപാതകം നടത്തിയത്, ആരാണ് ഈ മരിച്ച യുവതി എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾക്കാണ് മറുപടി കിട്ടേണ്ടത്. ഇൻക്വസ്റ്റ് നടപടികൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പ്രദേശത്ത് അത് കൊലപാതകം അല്ല, അത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഈ കൊലയാളിയുടെ ശ്രമം എന്തായാലും പാളിപ്പോയിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. കൊലപാതകം തന്നെയാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നു. കൊലയാളി ആ മൃതദേഹം റെയിൽവേ ട്രാക്കിലേക്ക് കൊണ്ടിടുമ്പോൾ ആ ട്രാക്കിലൂടെ തീവണ്ടി പോകുന്നില്ല എന്നതാണ് ഈ കൊലയാളിക്ക് പറ്റിപ്പോയൊരു അബദ്ധം എന്നത് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് തന്നെയായിരിക്കും പോലീസ് നീങ്ങുക. ആരാണ് മരണപ്പെട്ടതെന്നും അറിയേണ്ടിയിരിക്കുന്നത്, ആരാണ് കൊല ചെയ്യപ്പെട്ടതെന്ന് അറിയേണ്ടിയിരിക്കുന്നു. 40 വയസ്സായ ഒരു സ്ത്രീയാണ്. തൊട്ടടുത്ത് മൊബൈൽ ഫോൺ ഉണ്ടാകും. അപ്പോൾ അതും പരിശോധിക്കണം. അതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ആരാണ് ഈ കൊലയാളി എന്നതും കൂടി അടുത്ത് അറിയേണ്ടിയിരിക്കുന്നു. ഏകദേശം കൊലപാതകം നടന്നിട്ടിപ്പോൾ മണിക്കൂറുകൾ, ഏകദേശം ഒരു 6-7 മണിക്കൂറുകൾ പിന്നിടുന്നൊരു സാഹചര്യമുണ്ട്. 3 മണിക്കാണ്, പുലർച്ചെ 3 മണിക്കാണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത് തന്നെ. അപ്പോൾ ആ ഒരു സമയം ഏകദേശം ഒരു അർദ്ധരാത്രിയോടുകൂടി നടന്നിരിക്കാം എന്ന് തന്നെയാണ്. ഈ പ്രദേശത്ത് നിന്ന് കാണുമ്പോൾ തന്നെ ഇത് അധികം ആളുകൾ വരാത്തൊരു പ്രദേശമാണ്. ആളുകളൊന്നും ഉണ്ടാവാറില്ല. സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രം എന്ന് തന്നെയാണ് പ്രദേശവാസി ഉൾപ്പെടെ പറയുന്നത്. മറ്റുള്ളവർ കള്ളുകുടിച്ച് അവിടെ കിടക്കാറുണ്ട് എന്നത് തന്നെ അദ്ദേഹം സൂചിപ്പിക്കുമ്പോൾ ഈ പ്രദേശത്ത് അധികം ആരും വരാറില്ല. വരുന്നവരെ ഉണ്ടെങ്കിൽ തന്നെ അത് സാമൂഹ്യ വിരുദ്ധർ തന്നെയാണ് എന്നതുകൂടി സൂചിപ്പിക്കുമ്പോഴായിരിക്കും ഈ കൊലപാതകത്തിലേക്ക് വരും നിമിഷങ്ങളിൽ സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ നടപടികളിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. ആരാണ് മരിച്ചതെന്നും വ്യക്തമാകും. ആരാണ് കൊല ചെയ്തത് എന്നതും സംബന്ധിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുക തന്നെയായിരിക്കും പോലീസ്. എന്തായാലും നവമിയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി അങ്ങോട്ടുള്ള ഓരോ മണിക്കൂറുകളിലും ഈ സ്ത്രീയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ഈ കൊല ചെയ്തത് ആരാണ് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ ധാരണ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
മറ്റൊരു വാർത്തയിലേക്കാണ്. കൊല്ലത്ത് സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട സ്ത്രീ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കൊല്ലം അമ്മാരത്ത് മുക്കിൽ ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. സ്റ്റോപ്പിൽ ആളെ ഇറക്കി മുന്നിലേക്ക് എടുക്കുകയായിരുന്ന സ്വകാര്യ ബസ്സിന് കുറുകെ സ്ത്രീ ഓടിയെത്തുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഏറ്റവും ഭയാനകമായ ദൃശ്യങ്ങളാണ്. ആ സ്ത്രീ ഒരു ദൈവവിശ്വാസി ആണെങ്കിൽ ഉടനെ തന്നെ കുറച്ച് അമ്പലങ്ങളിലോ പള്ളിയിലോ ഒക്കെ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഇതുപോലൊരു അപകടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ സാധാരണയായി സംഭവിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇത് അത്ഭുതകരമായ ദൃശ്യങ്ങൾ തന്നെയാണ്. ബസ്സിൽ ഇടിച്ച ബസ്സിനടിയിലൂടെ പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ബസ് മുഴുവനായും സ്ത്രീയുടെ മുകളിലൂടെ കയറി ഇറങ്ങി പോയിരിക്കുന്നു. പക്ഷേ എന്നിട്ടും അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. വിനീഷ് ചേരുന്നുണ്ട്. വിനീഷെ, അത്ഭുതകരം എന്നല്ലാതെ ഈ ദൃശ്യങ്ങൾ കാണുന്നതിൽ നിന്നും ഒന്നും പറയാനില്ല. എന്താണ് ശരിക്കും സംഭവിച്ചത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്നാലും ഈ സ്ത്രീയോട് പിന്നീട് സംസാരിക്കാനുള്ള സാധ്യത ഉണ്ടായോ? എന്താണ് പ്രൈവറ്റ് ബസ് ഡ്രൈവർ പറയുന്നത്? എന്തെങ്കിലും വിശദാംശങ്ങൾ? തീർച്ചയായും ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ശരിക്കും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് വീട്ടമ്മയുടെ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചുവരവ്, ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. നെടുങ്ങോലം പാറയിൽക്കാവ് സ്വദേശി ഓമനമ്മയാണ് ബസ്സിനടിയിൽപ്പെട്ടിട്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഹരി ഈ ഒരു സംഭവം ഉണ്ടായത്. കൊല്ലം പരവൂർ പാരിപ്പള്ളി റോഡിലായിരുന്നു. സ്വകാര്യ ബസ്സാണ്. സ്വകാര്യ ബസ് മുന്നോട്ടെടുക്കുമ്പോൾ ഇവർ ഈ ബസ്സിനുള്ളിലേക്ക് കയറാൻ ഓടിയെത്തുകയായിരുന്നു. അത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ബസ്സിനോട് ചേർന്ന് മുൻഭാഗത്ത് ബസ്സിനോട് ചേർന്നാണ് ഇവർ ഓടിപ്പോകുന്നത്. അപ്പോൾ ഡ്രൈവർക്ക് സ്വാഭാവികമായിട്ട് കാണാൻ കഴിയാത്ത സാഹചര്യമാണ്. അങ്ങനെ ഡ്രൈവർ വാഹനം മുന്നോട്ടെടുത്തപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണാം. ഈ വീട്ടമ്മയെ വാഹനം തട്ടിയാണ് വാഹനത്തിനടിയിൽ പെട്ടുപോകുന്നത്. അങ്ങനെ എന്തായാലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാഹനം മുന്നോട്ട് അവര് ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ മറികടന്ന് വാഹനം പോവുകയും ചെയ്തു. പക്ഷെ എന്നാലും വാഹനം നിർത്തി വീലുകളൊന്നും തന്നെ ഇവരുടെ ദേഹത്ത് കയറാതിരുന്ന വലിയ ഒരു ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ ഭാഗ്യം എന്ന് തന്നെ പറയാം. എന്തായാലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നാട്ടുകാർ ഓടിക്കൂടുന്ന എല്ലാ ദൃശ്യങ്ങൾ വ്യക്തമാണ്. അങ്ങനെ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പ്രാഥമിക ചികിത്സകൾക്ക് കൊടുത്ത് ഇവരെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു. നിസ്സാര പരിക്കുകൾ മാത്രമേ അവർക്ക് സംഭവിച്ചിട്ടുള്ളൂ. ഹരി, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഈ ദൃശ്യങ്ങൾ നമ്മളെ എല്ലാവരെയും വലിയ രീതിയിൽ പേടിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. അത് തന്നെയാണ്. ആ സീബ്ര ലൈനിലൂടെ തന്നെയാണ് ആ യുവതി ക്രോസ് ചെയ്ത് പോകുന്നതെന്നും കാണാം. പക്ഷേ ബസ് സ്ത്രീയെ തട്ടിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. തട്ടി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയും കാണാം. പക്ഷേ അത്ഭുതകരമായ രക്ഷപ്പെടലാണ്. അതിനകത്ത് വേറെ വാക്കുകളൊന്നും തന്നെ ഇല്ല. പക്ഷേ വെറുതെ നിസ്സാര പരിക്കുകളോടെ ആശുപത്രിയിൽ ഏൽപ്പിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഈ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോഴേക്കും അങ്ങനെ സാധാരണയായിട്ട് അങ്ങനെ ഉണ്ടാവാറില്ല എന്നത് പറയുമ്പോൾ ഒരു അത്ഭുതകരം തന്നെയാണ് എന്നതും എടുത്ത് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അത്ഭുതകരമായ രക്ഷപ്പെടൽ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ പ്രേക്ഷകർക്ക് കാണാം. എന്തായാലും ബസ് മുഴുവനായിട്ട് തന്നെ ആ യുവതിയെ തട്ടിയിട്ടതിന് ശേഷം ബസ് മുഴുവനായി തന്നെ പാസ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാം. എന്നിട്ടും ആ ബസ്സിനടിയിൽ തന്നെ തലയൊന്നും ഉയർത്താതെ അതിൽ തന്നെ ഇരുന്നു എന്നതും കൂടി എടുത്ത് പറയണം. അപ്പോൾ ആ പ്രസൻസ് ഓഫ് മൈൻഡും കൂടി എടുത്ത് പറയേണ്ടതാണ്. എന്തായാലും അത്ഭുതകരമായ രക്ഷപ്പെടൽ തന്നെയാണ്. വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുമെന്നതും വിശ്വസിക്കുന്നു. വിനീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. പാലക്കാട് കഞ്ചിക്കോട് IIT വിദ്യാർത്ഥിനിക്ക് നേരെ ആക്രമണം. ഡാറ്റാ സയൻസ് എഞ്ചിനീയറിംഗ് 4ാം വർഷ വിദ്യാർത്ഥിനിയായ സേലം സ്വദേശിനിക്കാണ് തലയ്ക്ക് അടിയേറ്റത്. സുഹൃത്തുക്കൾക്കൊപ്പം ഡൈനിങ് ഹാളിലേക്ക് നടന്നു പോകുന്നതിനിടയിലായിരുന്നു ആക്രമണം. വിദ്യാർത്ഥിയെ കോയമ്പത്തൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അജ്ഞാതന്റെ ആക്രമണം എന്നാണ് പോലീസിന് ലഭിച്ച മൊഴി. കസബ പോലീസ് അന്വേഷണം തുടങ്ങി. ക്യാമ്പസിലെ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു. പാലക്കാട് മണ്ണാർക്കാട് പാലക്കയത്ത് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. പാലക്കയം നിലവിൽ ആക്കമറ്റം തങ്കച്ചന്റെ പറമ്പിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി അകപ്പെട്ടത്. ഫെബ്രുവരി 20-ന് പാലക്കയത്ത് ആക്കമറ്റത്തിൽ ജോർജ് ജോസഫിന്റെ 6 ആടുകളെ പുലി കൊന്നിരുന്നു. തുടർന്നാണ് ഫെബ്രുവരി 21-ന് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചത്. പാലക്കാട് കുറച്ച് പേരെ വിൽക്കാൻ അങ്ങോട്ട്
കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ലോകം സാമ്പത്തിക മാന്ദ്യത്തിന്റെ നിഴലിലായിരുന്നപ്പോഴും ആഗോള രാഷ്ട്രീയ അസ്ഥിരതകൾ വിപണികളെ ഉലച്ചപ്പോഴും കഴിഞ്ഞ 4 വർഷമായി ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന പദവി ഇന്ത്യ കാത്തുസൂക്ഷിക്കുകയാണ്. ലോകത്തിന്റെ സാമ്പത്തിക എഞ്ചിനായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് 2005-ലും നാം കണ്ടത്. ആഗോളതലത്തിൽ പല വികസിത രാജ്യങ്ങളും സാമ്പത്തിക മാന്ദ്യത്തെയും ഭൗമ രാഷ്ട്രീയ തർക്കങ്ങളെയും ഭയപ്പെടുമ്പോൾ ഇന്ത്യ തുടർച്ചയായ 4ാം വർഷവും ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥ എന്ന പദവി നിലനിർത്തുകയാണ്. കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ വിവാദമായ കേരള സ്റ്റോറി 2-ന്റെ വാർത്തയിലേക്കാണ്. കേരള സ്റ്റോറി 2-ന് പ്രദർശനാനുമതി നൽകരുതെന്നും സെൻസർ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഒരു പ്രദേശത്തെ ജനതയാകെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്നതും വർഗീയതയുടെയും മതപരിവർത്തനത്തിന്റെയും നാടാണ് കേരളം എന്ന പ്രചാരണം നടത്താനാണ് സിനിമയിലൂടെ ശ്രമിക്കുന്നതെന്നും ഹർജിയിൽ പറയുന്നു. ഹർജിയിൽ സെൻസർ ബോർഡ് അടക്കമുള്ളവർക്ക് ഹൈക്കോടതി നോട്ടീസ് നൽകിയിരുന്നു. രാജ്യത്ത് നിലനിൽക്കുന്ന സാഹചര്യമാണ് സിനിമയിലൂടെ പറഞ്ഞതെന്നായിരുന്നു സംവിധായകൻ കാമാഖ്യ നാരായണൻ സിംഗിന്റെ വാദം. കൊല്ലം പത്തനാപുരത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് KB ഗണേഷ് കുമാർ. പത്തനാപുരം ഇളമ്പൽ ജംഗ്ഷനിൽ ബാനറുകൾ സ്ഥാപിച്ചു. കഴിഞ്ഞ ദിവസമാണ് LDF പ്രവർത്തകർ പ്രചാരണത്തിന് തുടക്കമിട്ടത്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിലെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ കർഷകരെ അണിനിരത്തി കോൺഗ്രസ് ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ഇന്ന് തുടക്കം. മധ്യപ്രദേശിലെ ഭോപ്പാലാണ് ആദ്യ വേദി. കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന കർഷക സമ്മേളനത്തിൽ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കർഷകരുമായി സംവദിക്കും. 11 മണിയോടെ റാലി നടക്കും. സോയാബീൻ, പരുത്തി, ചോളം, പഴം, നട്ട്സ് കർഷകർക്കാകും കരാറിന്റെ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരിക. ഭോപ്പാലിന് പിന്നാലെ മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും കർഷക സമ്മേളനങ്ങൾ പാർലമെന്റിന്റെ 2ാം ഘട്ട സമ്മേളനത്തിന് മുമ്പായി സംഘടിപ്പിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്ന കടുത്ത ഇറക്കുമതി തീരുവകൾ ഇന്നു മുതൽ പിരിക്കില്ല. പുലർച്ചെ 12:01 മുതൽ ഇത് നിർത്തലാക്കുമെന്ന് US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു. എന്നാൽ ട്രംപ് പ്രഖ്യാപിച്ച പുതിയ 15% ആഗോള നികുതി എന്ന് മുതൽ പിരിക്കുമെന്നതിനെപ്പറ്റി യാതൊരു വ്യക്തതയുമില്ല. മാസങ്ങളായി ദിവസവും US-ന് ലഭിച്ചുകൊണ്ടിരുന്ന വൻ നികുതിപ്പണം നിലയ്ക്കുന്നത് ആഗോള ഉൽപ്പാദന വിതരണ ശൃംഖലയിൽ വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനാണ് സാധ്യത. സിംബാബ്വെക്കെതിരെ വെസ്റ്റ് ഇൻഡീസ് 107 റൺസിന്റെ വലിയ വിജയം നേടിയതോടെ ഇന്ത്യ കൂടുതൽ കുഴിക്കിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. പോയിന്റ് ടേബിളിൽ 3ാം സ്ഥാനത്തുള്ള ഇന്ത്യ സെമി ഫൈനൽ കാണാതെ പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടി. ഇന്ത്യ ഏകദേശം കഴിഞ്ഞ ദിവസം മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 76 റൺസിന് പരാജയപ്പെട്ടിരുന്നു. അപ്പോൾ തന്നെ ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ് -3 നീങ്ങിയിരുന്നു. അപ്പോൾ ഇന്ത്യൻ ആരാധകരും ഇന്ത്യൻ ടീമും ഒട്ടാകെ പ്രാർത്ഥിച്ചിരുന്നത് മറ്റ് ടീമുകൾ അവരുടെയും റിസൾട്ട് കൂടെ വളരെയധികം ബാധകമാകും. അപ്പോൾ വെസ്റ്റ് ഇൻഡീസ് സിംബാബ്വെ മത്സരം ആര് ജയിച്ചാലും ചെറിയ മാർജിനിൽ ജയിക്കുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ല. വെസ്റ്റ് ഇൻഡീസ് ഒരു പടുകൂറ്റൻ വിജയമാണ് നടത്തിയത്. 107 റൺസിൻ്റെ വിജയം വെസ്റ്റ് ഇൻഡീസ് സിംബാബ്വെക്കെതിരെ നേടുന്നു. അത് ഇന്ത്യൻ സാധ്യതകളെ ഒട്ടാകെ തന്നെ ഒരു 95% ആ സാധ്യത ഒന്നും തന്നെ ഇല്ലാണ്ടായി എന്ന് വേണം തന്നെ പറയാൻ. കാരണം ഇപ്പോൾ പോയിന്റ്സ് ടേബിൾ എടുത്തു നോക്കുകയാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് 1ാം സ്ഥാനത്തും സൗത്ത് ആഫ്രിക്ക 2ാം സ്ഥാനത്തും ഇന്ത്യ 3ാം സ്ഥാനത്തും സിംബാബ്വെ 4ാം സ്ഥാനത്തും നിൽക്കുകയാണ്. അതിനകത്ത് വെസ്റ്റ് ഇൻഡീസ് 1ാം സ്ഥാനത്ത് +5 നെറ്റ് റൺ റേറ്റിൽ നിൽക്കുന്നു. സൗത്ത് ആഫ്രിക്ക +3 നെറ്റ് റൺ റേറ്റിൽ നിൽക്കുന്നു. ഇന്ത്യ -3 നെറ്റ് റൺ റേറ്റ്, സിംബാബ്വെ -5 നെറ്റ് റൺ റേറ്റ് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് ഇനി വരാനുള്ളത് 2 മത്സരങ്ങളാണ്. ഒന്ന് മറ്റന്നാൾ നടക്കാനിരിക്കുന്ന മത്സരമാണ്. അത് സിംബാബ്വെക്കെതിരെയും 1-ാം തീയതി വെസ്റ്റ് ഇൻഡീസിനെതിരെയുമാണ് മത്സരം. അപ്പോൾ മറ്റന്നാൾ നടക്കാൻ പോകുന്നത് സിംബാബ്വെക്കെതിരായ മത്സരത്തിലും വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരത്തിലും ഇന്ത്യക്ക് ഒരു വലിയ മാർജിനിൽ ജയിക്കണം. അതായത് ഏകദേശം ഒരു 100-150 റൺസിന് ജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് സെമി ഫൈനലിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ എന്നതും കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അല്ലാത്ത പക്ഷം ഇന്ത്യക്ക് ജയിച്ചാൽ പോലും നെറ്റ് റൺ റേറ്റ് കാരണം ഇന്ത്യ ഇപ്പോൾ ആദ്യത്തെ 2 പൊസിഷനിൽ നിന്ന് മാറി 3ാം സ്ഥാനത്തോ അല്ലെങ്കിൽ 4ാം സ്ഥാനത്തേക്കോ മാറാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ T20 ലോകകപ്പിൽ നിന്നും സെമി ഫൈനൽ പോലും കാണാതെ സൂപ്പർ 8-ൽ നിന്ന് തന്നെ പുറത്താകുന്നൊരു സാഹചര്യം. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഓസ്ട്രേലിയ പുറത്തായപ്പോൾ എല്ലാവരും ഞെട്ടിയതാണ്. ഓസ്ട്രേലിയയെ പുറത്താക്കിയത് സിംബാബ്വെയാണ്. സിംബാബ്വെ ഓസ്ട്രേലിയയെ പുറത്താക്കിയപ്പോൾ തന്നെ അങ്ങനൊരു സാധ്യത ഉണ്ടാകുമോ, അല്ലെങ്കിൽ
ഓസ്ട്രേലിയ ഇനി പുറത്താകാനുള്ള ഒരു ഘട്ടത്തിലേക്ക് നിൽക്കുകയാണ്. ഈ T20 ലോകകപ്പിൽ ഒരു ടീമും എഴുതിത്തള്ളാത്ത ഒരു ടീമായിരുന്നു ഓസ്ട്രേലിയ. അവിടെ നിന്ന് ഓസ്ട്രേലിയയെ പുറത്താക്കിയ ടീമായി സിംബാബ്വെ മാറി. പക്ഷേ ഇപ്പോൾ സൂപ്പർ 8-ൽ ഇന്ത്യ മാറുകയാണോ, ഓവർ കോൺഫിഡൻസ് ഇന്ത്യക്ക് തിരിച്ചടിയായോ എന്നതുകൂടി എടുത്ത് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആരും പ്രതീക്ഷിക്കാത്ത ഒരു തോൽവിയായിരുന്നു സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ സൂപ്പർ 8-ൽ ഇന്ത്യ വഴങ്ങിയത്. ആ ഒരു തോൽവിക്ക് ശേഷം വെസ്റ്റ് ഇൻഡീസ് സിംബാബ്വെ മത്സരത്തിലായിരുന്നു ഇന്ത്യ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയത്. കാരണം ആര് ജയിച്ചാലും കുഴപ്പമില്ല, പക്ഷേ നെറ്റ് റൺ റേറ്റോ അല്ലെങ്കിൽ വലിയ മാർജിനൊന്നും തോക്കാതെ വേണം ആരായാലും തോക്കാൻ. പക്ഷേ 107 റൺസിൻ്റെ പരാജയമാണ് സിംബാബ്വെ വഴങ്ങിയത്. കഴിഞ്ഞ ദിവസം മത്സരം തോക്കിയ 2016 വെസ്റ്റ് ഇൻഡീസിനെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം വെസ്റ്റ് ഇൻഡീസിൻ്റെ മത്സരം. T20 ലോകകപ്പിൽ തന്നെ ഏറ്റവും ഉയർന്ന ടോട്ടൽ രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞ ദിവസം വെസ്റ്റ് ഇൻഡീസിന് സാധിച്ചു. 254 റൺസ് 6 വിക്കറ്റ് നഷ്ടത്തിൽ വെസ്റ്റ് ഇൻഡീസ് നേടിയപ്പോൾ മറുപടി ബാറ്റിങ്ങിന് സിംബാബ്വെ കുറിച്ചത് 147 റൺസാണ്. അത് ഓൾ ഔട്ട് ആവുകയും ചെയ്തു. 2.2 ഓവറുകൾ ബാക്കി നിൽക്കുകയാണ് സിംബാബ്വെ ഓൾ ഔട്ട് ആയത്. വെസ്റ്റ് ഇൻഡീസിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം കാഴ്ചവെച്ചത് സിമ്രോൺ ഹെറ്റ്മയറാണ്. 34 പന്തിൽ നിന്നും 85 റൺസാണ് കുറിച്ചത്. അതിൽ 7 4-ഉം 7 6-ഉം അടിച്ചു. വെസ്റ്റ് ഇൻഡീസ് ടോസ് നഷ്ടപ്പെട്ട ഒരു ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. അപ്പോൾ ബാറ്റിംഗ് എടുത്തപ്പോൾ തന്നെ വെസ്റ്റ് ഇൻഡീസ് തുടക്കം മുതൽ തന്നെ ആക്രമിച്ച് കളിക്കുകയായിരുന്നു. പക്ഷേ ഇന്ത്യൻ സാധ്യതകൾ ഏകദേശം ഒരു ധാരണയായിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം 2024 വേൾഡ് കപ്പൊക്കെ ജയിച്ചതിന് ശേഷം ഒരുപാട് പരസ്യങ്ങളൊക്കെ വന്നപ്പോഴും പറഞ്ഞത് ചരിത്രം ആവർത്തിക്കില്ല എന്നതാണ്. കാരണം ചരിത്രം ഇങ്ങനെയാണ്, T20 ലോകകപ്പ് ഒരു വർഷത്തിൽ ഒരു ടീം ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം ആ ടീം ജയിക്കില്ല എന്നതായിരുന്നു എപ്പോഴും. ഈ 2007 മുതൽ തുടർന്നുള്ള T20 ലോകകപ്പ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ആ ചരിത്രം ആവർത്തിക്കില്ല. ഇത്തവണയും ഇന്ത്യ ജയിക്കും എന്ന് രോഹിത് ശർമ്മയൊക്കെ വന്ന് പരസ്യങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതിലേക്കുള്ളതല്ല കാര്യങ്ങൾ നീങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ മാനേജ്മെന്റിനെതിരെ ശക്തമായ വിമർശനങ്ങൾ നിൽക്കുകയാണ്. ടീമിൻ്റെ സെലക്ഷന് ചോദ്യം ചെയ്യുന്നുണ്ട്. വൈസ് ക്യാപ്റ്റൻ അക്സർ പട്ടേലിനെ മാറ്റി നിർത്തിക്കൊണ്ട് എന്തുകൊണ്ട് വാഷിംഗ്ടൺ സുന്ദറിനെ തെരഞ്ഞെടുത്ത് പ്ലേയിങ് 11-ൽ കളിപ്പിച്ചു, അതും സൂപ്പർ 8 പോലൊരു പ്രധാനപ്പെട്ട മത്സരത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് വൈസ് ക്യാപ്റ്റന് ബെഞ്ചിലിരുത്തിക്കൊണ്ട് തുടർന്ന് നീങ്ങാൻ സാധിക്കുന്നതെന്നുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ടീമിനെ ഉയർത്തി. അതെല്ലാം തന്നെ പെർഫോമൻസിനെ ബാധിച്ചു, ടീമിനൊട്ടാകെ തന്നെ ബാധിക്കുകയും ചെയ്തു എന്നും പറയാതിരിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഓപ്പണിംഗ് പെയർ അഭിഷേക് ശർമ്മയുടെ ഫോമില്ലായ്മ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇഷാൻ കിഷൻ സൂപ്പർ 8-ൽ ഡക്കാവുന്നു. തിലക് വർമ്മ ഒരു റണ്ണെടുത്ത് പുറത്താവുന്നു. ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവിന് ഒരു ഘട്ടത്തിലും തിളങ്ങാൻ സാധിക്കുന്നില്ല. അങ്ങനെ എല്ലാം കൊണ്ടും ടോപ്പ് ഓർഡറും നിലംപരിശാവുന്നു. അവിടെ സഞ്ജു സാംസൺ ഒരു സ്ഥാനം കൊടുത്തൂടെ എന്നുള്ള ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ആരെ വേണമെങ്കിലും മാറ്റാം, അഭിഷേകിനെയോ തിലക്കിനെയോ ഒക്കെ മാറ്റിക്കൊണ്ട് ഈ പരീക്ഷണം നടത്തിക്കൂടെ എന്നൊരു ചോദ്യം, അക്സർ പട്ടേലിനെ എന്തിനു മാറ്റി എന്നുള്ള ചോദ്യം, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുടെ നിൽക്കുകയാണ് ഇന്ത്യ. ഇനി അടുത്ത മത്സരം മറ്റന്നാൾ സിംബാബ്വേക്കെതിരെ നടക്കുമ്പോൾ ഈ ടീമിനെ ഒട്ടാകെ തന്നെ മാറ്റുക എന്ന രീതിയിലേക്ക് കോച്ചായ ഗൗതം ഗംഭീറും ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവും മാറുമോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടീമിൽ ആരൊക്കെ കളിക്കും, ആരൊക്കെ നിലനിൽക്കും, ആരൊക്കെ മാറും എന്നുള്ള ചോദ്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. കാരണം അടുത്ത മത്സരം കൂടി ഇന്ത്യ പരാജയപ്പെട്ടാൽ, സിംബാബ്വേക്കെതിരായ മത്സരം പരാജയപ്പെട്ടാൽ ഇന്ത്യക്ക് പുറത്തു പോകാം എന്നതും കൂടി പറയാം. പക്ഷേ ഇപ്പോൾ ഒരു നേരിയ മാർജിനാണ് നിൽക്കുന്നത്. ഒരു 5% സാധ്യത എന്ന് വേണമെങ്കിൽ വിളിക്കാം. 5% സാധ്യതയാണ് ഇന്ത്യക്ക് സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ഉള്ളത്. 5% സാധ്യത നിലനിൽക്കുന്നത് വെറും 2 മത്സരം ജയിച്ചാൽ പോരാ, ജയിക്കുന്നെങ്കിൽ ഒരു 100 റണ്ണിന് മുകളിലുള്ള മാർജിനിൽ ഇന്ത്യ ജയിച്ചാൽ മാത്രമേ ഇപ്പോൾ നിൽക്കുന്ന മൈനസ് നെറ്റ് റൺ റേറ്റിൽ നിന്ന് പോസിറ്റീവാക്കി മാറ്റി അത് തുടർന്ന് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാനും ഇന്ത്യക്ക് കഴിയൂ. വലിയ വെല്ലുവിളികളാണ്, വിചാരിക്കുന്നത് പോലെ തന്നെ അല്ല. അല്ലെങ്കിൽ ഇന്ത്യക്ക് ഗുഡ് ബൈ പറഞ്ഞ് ഈ T20 ലോകകപ്പിനോട് വിട പറയും. ഇതാണ് സാഹചര്യം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവാണ്. 1000 കിലോമീറ്റർ പറന്ന് പ്രാവ് പറത്തൽ മത്സരത്തിൽ വിജയിയായി തിരൂരിലെ ഷാനവാസിന്റെ റേസിംഗ് ഹോമർ. മുംബൈയിൽ നിന്ന് മലപ്പുറത്തെ തിരൂർ വരെ 28 മണിക്കൂർ കൊണ്ടാണ് ഇത് പറന്നെത്തിയത്. 79 പ്രാവുകൾക്കൊപ്പം പറന്നാണ് റേസിംഗ് ഹോമർ ചരിത്രം കുറിച്ചത്. 1000 കിലോമീറ്റർ ദൂരം ഒറ്റ പറക്കൽ പറന്ന് തിരൂർ നടുവിലങ്ങാടി സ്വദേശി പി ഷാനവാസിന്റെ 2.5 വയസ്സുകാരൻ റേസിംഗ് ഹോമർ പ്രാവ് സുരക്ഷിതനായി വീടണഞ്ഞു. 28 മണിക്കൂർ കൊണ്ടാണ് അവൻ 1000 കിലോമീറ്റർ ദൂരം താണ്ടിയത്. വെറുതെ 28 മണിക്കൂർ പറക്കുകയല്ല. പ്രാവ് പറത്തൽ മത്സരത്തിൽ റേസിംഗ് ചാമ്പ്യനായാണ് ഹോമർ തന്റെ യജമാനന്റെ കൈകളുടെ ചൂടിലേക്ക് ചേർന്നത്. തങ്ങളുടെ അരുമകളെ മഹാരാഷ്ട്രയിലെ ധാനയിൽ നിന്ന് പറത്തിവിട്ട ഉടമകൾ വീട്ടിൽ തിരിച്ചെത്തും മുൻപേ ജേതാക്കളായ പ്രാവുകൾ മടങ്ങിയെത്തിയിരുന്നു. ലബ റേസിംഗ് പീജിയൻ ക്ലബ്ബും കേരള റേസിംഗ് പീജിയൻ ക്ലബ്ബും സംയുക്തമായാണ് പ്രാവ് പറത്തൽ മത്സരം സംഘടിപ്പിച്ചത്. ധാനയിൽ നിന്നും 56 കിലോമീറ്റർ അകലെ കുഡൂസിൽ നിന്ന് ഫെബ്രുവരി 19 രാവിലെ 8 മണിക്കാണ് മറ്റ് 79 പ്രാവുകൾക്കൊപ്പം റേസിംഗ് ഹോമറും പറക്കാൻ തുടങ്ങിയത്. ട്രോഫിയും ചെറിയൊരു തുകയുമാണ് ഇതിന്റെ സമ്മാനമെങ്കിലും പലർക്കും പ്രാവ് പറത്തൽ ഇന്നൊരു ലഹരിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വർഷമാണ് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇപ്പം എനിക്ക് 200 കിലോമീറ്ററിൽ ഫസ്റ്റ് കിട്ടി, 300 സെക്കൻഡ് വന്നു, അതേപോലെ 400 കിലോമീറ്ററിൽ ഫസ്റ്റ്, അതേപോലെ 550 കുറച്ച് ബാക്കോട്ട് പോയി.
550 റിസൾട്ട് പ്ലേസ്മെന്റ് വന്നത് ആദ്യത്തെ 15 പ്ലേസ്മെന്റ് ആണ്. 550 കിലോമീറ്റർ തൊട്ട് ആദ്യത്തെ 15 പ്ലേസ്മെന്റിനാണ് ട്രോഫി സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുക, പോയിന്റ് കിട്ടും. അപ്പൊ അതില് 10ാം സ്ഥാനം 11ാം സ്ഥാനമാണ് 550 കിലോമീറ്ററിൽ വന്നിട്ടുള്ളത്. 750 അതേപോലെ 4, 5, 6, 7, 8 5 സ്ഥാനം ഒരുമിച്ച് വന്നു 750 കിലോമീറ്ററിൽ. പിന്നെ 1000ലാണ് ഇപ്പം നമുക്ക് നല്ലൊരു എന്താ പറയാ ഫസ്റ്റും സെക്കൻഡും ആയിട്ട് വന്നത്. 1000 കിലോമീറ്ററിൽ നല്ലൊരു നമുക്ക് പറയാവുന്ന അഭിമാനിക്കാവുന്ന രൂപത്തിലുള്ള ഒരു റിസൾട്ട് വന്നു. രണ്ടിനം പ്രാവ് പറത്തൽ മത്സരങ്ങളാണുള്ളത്. കൂടുതൽ സമയം പറക്കുന്ന ഹൈഫ്ലയർ റേസും കൂടുതൽ ദൂരം പറക്കുന്ന റേസിംഗ് PG-യാണ്. ധാനയിൽ നിന്ന് ആരംഭിച്ച മത്സരത്തിൽ ഇക്കുറി 1001 കിലോമീറ്റർ വിഭാഗത്തിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ ഷാനവാസിന്റെ പ്രാവുകൾക്കാണ്. മൂന്നാമതെത്തിയത് താനാളൂർ സ്വദേശിയുടെയും 4ാമത് മങ്കട സ്വദേശിയുടെയും പ്രാവുകളാണ്. തിരൂർ നടുവിലങ്ങാടിയിലെ പ്രിയ അക്വാപെറ്റ്സ് ഉടമയാണ് ഷാനവാസ്. മത്സരത്തിനു മുൻപ് പ്രാവുകളെ ക്ലബ് ഓഫീസിലെത്തിച്ച് ടാഗിംഗ് നടത്തും. തിരിച്ചെത്തുന്ന പ്രാവിന്റെ ടാഗിലെ രഹസ്യ നമ്പർ സംഘാടകരുടെ മൊബൈൽ ആപ്പിലേക്ക് നൽകണം. അങ്ങനെയാണ് വിജയികളെ നിശ്ചയിക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം. 9 മണി വാർത്ത പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് ടെൻസ് ആണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.